എൻ്റെ പേര് പരസ്യമായി പ്രസ്താവിച്ചതുപോലെ അനീഷ് എന്നാണ്. സ്വന്തം സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ടതായിരുന്നു. എങ്കിലും സർവശക്തനായ ഈ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സഭയുടെ ശുശ്രൂഷകൻ, അതുപോലെ തന്നെ ജോസഫ് മാത്യു അവറുകൾ കുടുംബം, സഭയുടെ മറ്റ് ചുമതലപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നന്ദി ചൊല്ലുന്നു. വിശേഷിച്ച് ഇന്ന് രാത്രി ഗാനശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, ഈ പന്തലിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ എല്ലാ കർത്തൃദാസന്മാർ, മാന്യ ദൈവമക്കൾ, ദൂരത്തും ചാരത്തും ഈ യോഗം ശ്രവിക്കുന്ന ഇതിനോട് സഹകരിക്കുന്ന മാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദന ചൊല്ലുന്നു. ഇന്ന് രാത്രി സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിപ്പാൻ, അനുഗ്രഹിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ദേശത്തെല്ലാം സുവിശേഷം നന്നായിട്ട് എത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. സുവിശേഷ വേലക്കാരെ ധാരാളം വാർത്തെടുത്ത സ്ഥലമാണ് പാമ്പാടി, പോത്തല, 12 മൈൽ, അതുപോലെ തന്നെ കൊടിഞ്ഞി. ഇവിടെ എല്ലാം പെന്തിക്കോസ്തിന്റെ ആരംഭകാലം മുതൽ വേല വ്യാപിച്ച സ്ഥലമാണ്. അനവധി കർത്തൃദാസന്മാർ, പ്രശസ്തരായ പ്രഗത്ഭരായ അനേക ദൈവദാസന്മാർ ഈ ദേശത്തുനിന്ന് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എഴുന്നേറ്റ്. അതുകൊണ്ട് വേദപുസ്തക പരിജ്ഞാനം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്, വേദപുസ്തകം നന്നായിട്ട് അറിയാം, ധാരാളം പ്രസംഗം കേട്ടിട്ടുണ്ട്. അപ്പോൾ സാജന്, ബിനോയ്, പ്രിയച്ചായന് എല്ലാവരും കൂടെ 3 ദിവസം കാവാലത്ത് എൻ്റെ വീട്ടിൽ വന്ന് അവരെ കൊട്ടുകയും പാടുകയും സഹകരിക്കുകയും ചെയ്തു. നിർബന്ധ ബുദ്ധിയൊന്നും ഉള്ളവരല്ല. ചിലരെയൊക്കെ വിളിച്ചാൽ വലിയ നിർബന്ധ ബുദ്ധിയാണ്, വലിയ സിസ്റ്റം വേണം, വലിയ സ്റ്റേജ് വേണം, പിന്നെ ഭയങ്കര വകുപ്പുകളാണ്. ഇവർക്ക് അതുങ്ങളെ കണ്ടാലും അറിയാം വലിയ വകുപ്പൊന്നും ഉള്ളതല്ല. അപ്പം അതുകൊണ്ട് എനിക്കും അത് സന്തോഷമായി തോന്നി. ഞാനവരെ വിളിച്ചു, അവരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് അവിടെ വന്ന് 3 ദിവസം അനുഗ്രഹിക്കപ്പെട്ട യോഗം. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ആ യോഗം അങ്ങ് പോയാൽ നല്ലതാണ്. അപ്പം മിക്ക ഇടങ്ങളിൽ ഇവരെ വിളിക്കണമെന്ന് എനിക്കുണ്ട്, പരുവക്കേടായതുകൊണ്ടാണ് ഞാൻ വിളിക്കാതെ. അപ്പോൾ ഇവിടെ ആകുമ്പം അടുത്തുമായി ഇവർ താമസിക്കുന്നത് എല്ലാം കൂടെ ഒത്തണയും കിടക്കുക. അപ്പോൾ അവരെ ഞാൻ വിളിക്കാം. തോമസ് ജോൺ അവറുകൾ പറഞ്ഞ് ഞാൻ ഗായകനാണ്, എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാമല്ലോ, ശബ്ദമൊക്കെ നിങ്ങൾക്ക് അരോചകത്വമുണ്ട്, എങ്കിലും 2 ശീല പാട്ടുമൊക്കെ പാടി. ഇവർ വന്നതുകൊണ്ട് നിങ്ങൾ കൊട്ടാതെയും പാടാതെ ഇരിക്കരുത്, നമ്മൾ ഒന്നിച്ച് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ഞങ്ങളുടെ ഊഴം തീർന്നു, ഇനി അവരങ്ങ് നടത്തിക്കോട്ടെ, അങ്ങനൊന്നുമല്ല, നമ്മളെല്ലാം കൂടെ ഒന്നിച്ച്. ഇനി ഞങ്ങളെല്ലാം നിൽക്കുമ്പോൾ നിങ്ങളും സ്തോത്രമൊക്കെ പറഞ്ഞിരുന്നോണം. ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. ബഹുമാന്യരായ ദൈവദാസന്മാർ പലരുണ്ട്, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. മാത്യു സാറ് വന്നിട്ടുണ്ട്, മാന്യ പിതാവിനെ ഒരിക്കൽ കൂടെ കാണുവാനിടയായി. അവിടെ ചെന്നാമറ്റത്തെ കുഞ്ഞോച്ചാൻ ഇന്നും അങ്ങ് വിളിയ എന്നാ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇന്നാ വന്ന്, അപ്പോൾ ഒന്നിച്ച് കൂടുവാൻ ദൈവം പുള്ളി അവിടോട്ട് വിളിക്കുന്നില്ല. അപ്പം ഇന്ന് രാത്രി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. മറ്റു കർത്തൃദാസന്മാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. വാക്യം വായിക്കാൻ ഒരാൾ അവിടെ റെഡി. ഇന്ന് വാക്യം വായിച്ച് ചൂപ്പാട് വരും. അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ച വാക്യം യൂദയുടെ ലേഖനം 14:15 വാക്യം. യൂദായുടെ ലേഖനം 14:15 വാക്യം ശബ്ദമുയർത്തി വായിക്കാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും സനാതനമേ ലോകജനില്ലതെല്ലും ലോപം സനാതനമേ രാജാതിരാജ സുരലോകരാജ രാജാതിരാജ സുരലോകരാജ അൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുവതി നൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുവതി ഉമ്പർബുമാനുറച്ചതിൻപം സനാതനമേ ഉമ്പർബുമാനുറച്ചതിൻപം സനാതനമേ രാജാതിരാജ സുരലോകരാജ രാജാതിരാജ സുരലോകരാജ ക്രൂശിൽ മരിച്ചതിനാൽ ആശയുളവാക്കിയന്റെ ക്രൂശിൽ മരിച്ചതിനാൽ ആശയുളവാക്കിയന്റെ ക്ലേശം കരിച്ചു പൂവനേജൻ സനാതനമേ
ലോപമിയലും പൊഴുതും ലോകാഗതി നിയതം ലോപമിയലും പൊഴുതും ലോകേശനില്ലതലും ലോപം സനാതനമേ ലോകേശനില്ലതലും ലോപം സനാതനമേ രാജാതിരാജ സുരലോകരാജ രാജാതിരാജ സുരലോകരാജ രാജാതിരാജ സുരലോകരാജ. കരമുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് പരസ്യമായി പ്രസ്താവിച്ചതുപോലെ അനീഷ് എന്നാണ്. സ്വന്തം സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ സാക്ഷ്യമെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചാൽ സമയം തികയാതെ വരും. അതുകൊണ്ട് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് രാത്രി ധ്യാനിക്കണം. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ടതായിരുന്നു. എങ്കിലും സർവശക്തനായ ദൈവം എന്നെ രക്ഷിച്ചു. എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ പ്രസവത്തിലാണ് ഞാൻ ജനിച്ചത്. വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാഞ്ഞത് നിമിത്തം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാരെ പരിശോധിച്ച അനന്തരം പറഞ്ഞു, എൻ്റെ പിതാവിനോട് മാതാപിതാക്കളോട് പറഞ്ഞു, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം, എന്തോ വേണമെന്ന് ചോദിച്ചു. എൻ്റെ പിതാവിനോടും മാതാപിതാക്കളോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാരെ ഡെലിവറി നടത്തി. 1975 ഓഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രിയിൽ 9:45 കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റ് 2 കുട്ടികളെ പ്രസവിച്ചു. 3 കുട്ടികളായിരുന്നു. ഡോക്ടർമാര് വിധി എഴുതി, കുട്ടികൾ 3 മരിച്ചു വന്നു. പിന്നെ മാതാവിന് ബ്ലഡ് കൊടുക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം അതികാലത്ത് ഈ കുട്ടികളെ 3 മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സിസ്റ്റർ വന്ന് ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റി കിടത്തി. രണ്ടാമത്തെ കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റി കിടത്തി. മൂന്നാമത്തെ കുട്ടിയെ എടുത്തപ്പോൾ അതിന്റെ കാലൽപ്പം ചലിച്ചു. അവർക്ക് സംശയം തോന്നി അതിലൊരു കുട്ടിക്ക് ജീവനുണ്ടെന്ന്. അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, അതിലെ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല സിസ്റ്ററെ, നിങ്ങളുടെ ഭയം കൊണ്ട് തോന്നിയതാ, ജീവനില്ല, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവരെ വീണ്ടും വന്ന് കുട്ടിയെ എടുത്തപ്പോൾ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. ക്ഷണത്തിൽ തന്നെ ലേഡി ഡോക്ടറാ അവരെ നിർബന്ധിച്ചുകൊണ്ടുവന്ന് കാണിച്ചു. ക്ഷണത്തിൽ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മറ്റ് 2 ആൺകുട്ടികളെ മാതാവിന്റെ വീട്ടിൽ കൊടുത്തു, മറവ് ചെയ്തു. മൂന്നാമത്തെ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ കുട്ടി ഏതാന്ന് നിങ്ങൾക്ക് പിടികിട്ടില്ല. പണ്ടൊരു യോഗത്തിന് സാക്ഷ്യമെല്ലാം പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം കരുണയുണ്ട്. ഞങ്ങള് ഹൈന്ദവരായതുകൊണ്ടും അന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ തൽപരരായതുകൊണ്ട് അന്നത്തെ നേർച്ചകളും പൂജകളും ഒക്കെ കഴിച്ചാണ് വളർത്തിയത്. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്തും. അതിന് രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ ഭംഗം വന്നിട്ടില്ല. അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ പോകും, പ്രാർത്ഥിക്കും. വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വിളക്ക് തെളിച്ചതിന് ശേഷം നിർമ്മാല ദർശനത്തിന് ക്ഷേത്രത്തിൽ പോകും. നിർമ്മാല ദർശനത്തിന് പങ്കുകൊള്ളും. 6:15 ഉഷപൂജയുണ്ട്, അതിന് പങ്കുകൊള്ളും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ സ്കൂളിനടുത്ത് 4-5 ക്ഷേത്രം അടുത്തുണ്ട്, അവിടെ എല്ലാം കയറി ദർശനം നടത്തും. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ ഇടവേള കിട്ടും ഭക്ഷണം കഴിക്കാൻ. ആ സമയത്ത് ഷടേന്ന് ഭക്ഷണം കഴിച്ച് തൊട്ടടുത്ത് ഒരു നായർ തറവാടുണ്ട്, കാഞ്ചന എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. അവിടെ പ്രായമുള്ള ഒരു അമ്മയാണ്. ആ അമ്മയുടെ ചെന്ന് രാമായണം വായിക്കും, എന്നെ പഠിപ്പിക്കും. അങ്ങനെ വളരെ ഭക്തി നിർഭരമായിട്ടാണ് ഞാൻ വളർന്നത്. സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാലും എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ സഹായിച്ച് സന്ധ്യയാകുമ്പോൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകും, ദീപാരാധനയ്ക്ക്. അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, ജീവിതത്തിന്റെ ചിട്ടകൾ. എന്തിനേറെ ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവഭാഗ്യം നൽകിയത്. അതിന് മുഖാന്തരമായി വന്ന സംഭവം, ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ടൈഫോയിഡ് വന്നു കൂടി, ഹാർട്ടിന് പ്രയാസമായി.
അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു, സൗഖ്യമൊന്നും ലഭിച്ചില്ല. ഈ വിശ്വാസമാർഗത്തിൽ വരുന്നതിന് മുൻപൊന്നും മെഡിസിൻ ഉപയോഗിക്കത്തില്ല. ക്ഷേത്രത്തിൽ ദർശനം നടത്തും, പ്രാർത്ഥിക്കും, ആശ്വാസം ഉണ്ടാകും. അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം. ഇങ്ങനെ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ദർശനമൊക്കെ നടത്തുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അസുഖത്തിന് ഭേദമില്ല. ഓരോ ദിവസവും അസുഖം മൂർച്ഛിച്ചു വഷളായി. ഒരു ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അബോധാവസ്ഥയായി. എൻ്റെ പിതാവിന് കല്ലുഷാപ്പിൽ ജോലിയാണ്. ദീർഘവർഷങ്ങൾ അദ്ദേഹം കല്ലുഷാപ്പില് ജോലിയായിരുന്നു, ചെത്തുതൊഴിലാളി യൂണിയനിൽപ്പെട്ടയാൾ. അപ്പോൾ എൻ്റെ ഉപ്പാപ്പൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് എന്നെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് അദ്ദേഹം എന്നെ പൊടുന്നതിനെ എടുത്ത് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാര് പരിശോധിച്ച് അനന്തരം പറഞ്ഞു, ടൈഫോയിഡ് വന്നു കൂടി, ഇവിടെ എല്ലാ ദിവസം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് ഈ 10-14 ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരുന്നത്. എനിക്ക് വലിയ മനോഭീതിയായി. എങ്കിലും ഡോക്ടറോട് പറഞ്ഞു എന്നെ വീട്ടിൽ വിടണം. അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല, കുറച്ച് ദിവസം കൂടെ ചികിത്സ തുടരണം. ഒടുവിൽ എന്തോ എൻ്റെ നിർബന്ധമോ എന്തോ എനിക്കറിയത്തില്ല, അദ്ദേഹം അതിനെ സമ്മതിച്ച് ടാബ്ലറ്റും മറ്റു മരുന്നുകളും ഒക്കെ നൽകി വീട്ടിലേക്ക് അയച്ചു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ ക്ഷേത്രത്തിൽ ദർശനം പോകുന്നുവെങ്കിലും അസുഖത്തിന് യാതൊരു ഭേദമില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, അസുഖത്തിന് യാതൊരു സൗഖ്യവും വരുന്നില്ല. ഈ സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് നടത്തി, എങ്കിലും എനിക്ക് യാതൊരു സൗഖ്യവും ലഭിച്ചില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശബരിമലയ്ക്ക് പോകാൻ സമയമായി. വൃശ്ചികവ്രതം ആരംഭിച്ചു. ഞാൻ 1-ാം തീയതി രാവിലെ മാലയിട്ട് വൃശ്ചികവ്രതം നോക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഭവം. ഒരു ദിവസം ഞാൻ ക്ഷേത്രത്തിൽ പോയി വീട്ടിൽ വന്ന് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ഭഗവത്ഗീതയുടെ മലയാള പരിവർത്തനം. അപ്പൊ ഞാൻ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, അടുത്തൊരു വീട്ടിൽ പോകണം. അപ്പൊ അതിലൊരു ഭാഗമുണ്ട്, ഏവമുക്തം ഋഷികേശൻ ഗൂഢാകേശേന ഭാരതാദി ഭൂതൻ ചക്കിംപ്രോക്താദിദൈവം കിമുച്ചതേ എന്നൊരു ഭാഗം ഞാനിങ്ങനെ വായിക്കുക. അപ്പൊ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, അടുത്തൊരു വീട്ടിലേക്ക് പോകണം. എനിക്ക് ആ വീട് മനസ്സിലായി, വീട്ടിൽപ്പെട്ടവരെ മനസ്സിലായി. അപ്പൊ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അവര് ക്രിസ്ത്യാനികളാണല്ലോ, എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? അപ്പൊ എനിക്കങ്ങ് ബുദ്ധിമുട്ട്. എങ്കിലും വല്ലാത്ത നിർബന്ധം അവിടേക്ക് പോകണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പറയും. ഞാൻ ഈ വിശ്വാസമാർഗത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ക്രിസ്ത്യാനികളെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് എല്ലാവരും ഒന്നും ഇഷ്ടമല്ല. ജീവിക്കുന്ന ദൈവമക്കളെ മാനിക്കാറുണ്ട്, അതിനൊന്നും ഞാൻ വലിയ വക വെച്ചിട്ടില്ല. പിന്നെ കാണുമ്പോൾ അങ്ങ് കയ്യൊക്കെ കൊടുക്കുക, താല്പര്യമൊന്നുമില്ല. എന്നാൽ അന്ന് ഒരു ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. അതിന്റെ കാരണം മറ്റൊന്നുമില്ല, ക്രിസ്തു പറഞ്ഞതൊന്നും ഇവരാരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ സൂചന തരാം. അപ്പൊ അതുകൊണ്ട് അന്ന് ഒരു ക്രിസ്ത്യാനികളെയും ഇഷ്ടമല്ല. എങ്കിലും വല്ലാത്ത നിർബന്ധം. ഞാൻ പുസ്തകം മടക്കി വെച്ച് ആ വീട് ലക്ഷ്യമാക്കി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പ്രായമുള്ള ഒരു അമ്മ ആ വീട്ടിലുണ്ട്. ഉദ്ദേശം ഒരു 65-70 വയസ്സ് കാണും. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ, പതിവില്ലാതെ ചെന്നപ്പോൾ അമ്മ എന്നെ ക്ഷണിച്ച് അകത്തിരുത്തി രോഗവിവരങ്ങളും കാര്യങ്ങളൊക്കെ ആരാനും ഞാനത് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോകുക എന്ന് പറഞ്ഞു. ഉടനെ അമ്മ എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയാലും വെറുതെ ഇരിക്കുകയോ, അല്പസമയം കൂടി ഇരിക്കാൻ പറഞ്ഞു. നിർബന്ധിച്ചിരുത്തി. ഞാൻ അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഉടനെ എന്നോട് പറഞ്ഞു, മോനെ വെറുതെ ഇരിക്കണ്ട, എന്നാ ബൈബിള് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, എനിക്ക് താല്പര്യമില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ദൈവത്തിന്റെ വചനമാണ് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വായിക്കുന്നു, ഇതുവരെയും വായിച്ചിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മയോട് പറഞ്ഞു ദൈവവചനമാണ് വായിക്കാൻ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ അമ്മ ഇങ്ങനെ നിർബന്ധിച്ചും പറഞ്ഞൊരു കാര്യം ചെയ്യും, അത്ര നിർബന്ധം വന്നേ, അമ്മ വായിക്കാൻ, ഞാൻ കേൾക്കാന്ന് പറഞ്ഞു. ഉടനെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് അമ്മ കള്ളം പറഞ്ഞതാ. കാരണം ഞാൻ പിന്നീട് രക്ഷിക്കപ്പെട്ട സഭയിൽ ചെന്നപ്പോ അമ്മ സന്തോഷിപ്പിച്ച വാക്യം കണ്ണാടി ഇല്ലാതെ വായിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് കള്ളം വന്നൊക്കെ പറയാൻ. എങ്കിലും എന്നെ കൊണ്ട് വായിപ്പിക്കാനായിരുന്നു. അമ്മ പറഞ്ഞു എനിക്ക് കണ്ണ് കാണാൻ പാടില്ല, വായിക്കാൻ പറഞ്ഞു. ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വാങ്ങി. എനിക്കിത് വായിക്കേണ്ട രീതികളോ വിധങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വാങ്ങി, ദൈവമേ എന്നിങ്ങനെ ചിന്തിച്ചു പുസ്തകം തുറന്നു. അപ്പൊ എനിക്ക് കിട്ടിയ പുസ്തകം സദൃശവാക്യത്തിന്റെ പുസ്തകം. വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് സദൃശവാക്യം, 66 പുസ്തകത്തിൽ. ആ സദൃശവാക്യത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആരംഭവാക്യം അല്പം അങ്ങോട്ട് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ ആർത്തിയോടെ വേദപുസ്തകം വായിച്ചു. അപ്പൊ ആർത്തിയോടെ വായിച്ചപ്പം അമ്മ എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. യേശുക്രിസ്തുവിനെ പറ്റി, പാപമോചനത്തെ പറ്റി, രക്ഷയെപ്പറ്റി ഒക്കെ അമ്മയ്ക്ക് അറിയാവുന്ന വിധത്തിൽ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആർത്തിയോടെ വായിക്കും, അമ്മ പിന്നെയും പറയും, പിന്നെയും ഞാൻ വായിക്കും, പിന്നെ അമ്മ സംസാരിക്കും, പിന്നെയും വായിക്കും. ഇങ്ങനെ സന്തോഷത്തോടെ വേദപുസ്തകം വായിച്ചു. കാരണം ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടകിലും മധുരമുള്ള വചനം. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനം. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷപ്പെടണമെങ്കിൽ, മോക്ഷം പ്രാപിക്കണമെങ്കിൽ, ഗുണം വരണമെങ്കിൽ, നീതീകരിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേദപുസ്തകം മേടിച്ച് വായിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് വേദപുസ്തകം വായിച്ചു. വളരെ സന്തോഷത്തോടെ ആർത്തിയോടെ തിരുവചനം വായിച്ചു. ആ ഇരിപ്പിലിരുന്ന് ഏതാണ്ട് സദൃശവാക്യം 18 അധ്യായം വായിച്ചു. ആയുസിലാദ്യ സംഭവമാണ്. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടുന്നതിനേക്കാൾ അത്
ആരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം 2 ഭാഗങ്ങളതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്നീ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സദൃശവാക്യത്തിന്റെ ആദ്യ അധ്യായത്തിന്റെ പ്രാരംഭവാക്യം മുതൽ വായിച്ചു വളരെ സന്തോഷത്തോടെ. പെട്ടെന്ന് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പിശാച് പ്രവർത്തിച്ചു. അതിന്റെ കാരണം ഞാൻ ഈ അമ്മയെ വീക്ഷിച്ചപ്പോൾ ഇരുന്നുകൊണ്ട് സംസാരിച്ച അമ്മ കുറെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നല്ല ചടുലതയോടെ സംസാരിക്കുക. അപ്പൊ ഞാനിങ്ങനെ സൂക്ഷിച്ചമ്മയെ നോക്കി വെച്ച് ചോദിച്ചു, അമ്മ എവിടാ പ്രാർത്ഥനയ്ക്ക് പോകുന്ന എവിടാന്ന് ചോദിച്ചു. കത്തോലിക്ക പള്ളിയിലാണോ എന്ന് ചോദിച്ചു. അവിടെ അല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, യാക്കോബ പള്ളിയിലാണോ പോകുന്നത്? അവിടെ യാക്കോബായുണ്ട് അവിടെ. അപ്പൊ ചോദിച്ചു, CSI പള്ളിയുണ്ട് അവിടെ ആണോ പോകുന്നത്? അവിടെ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അല്പം പേടിച്ചാന്തിനും ചോദിച്ചു, പെന്തിക്കോസിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അമ്മ എന്നോട് സന്തോഷത്തോടെ പറഞ്ഞു, മോനെ 6 മാസമായിട്ട് പെന്തിക്കോസിലാ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്കൊരു ചിന്ത പെന്തിക്കോസുകാരോട് പറയാം, 6 മാസം പെന്തിക്കോസിൽ പോയാൽ അമ്മയുടെ കയ്യിൽ ഒരു പയ്യനെ കിട്ടിയപ്പോൾ ഉടനെ സുവിശേഷം പറഞ്ഞു. 60 കൊല്ലമായി ഇതിനകത്ത് വന്നിരിക്കുക, ഉറക്കം തൂങ്ങി ഊപ്പാട് വരിക, ഇന്ന് വരെ ഒരു പൂഞ്ഞാനെ പോലെ നീ ഇതിനകത്ത് കേട്ടിട്ടില്ല, പിന്നെ നീ നിമിത്തം 4 കുടുംബം പിണങ്ങിപ്പോയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാം, 6 മാസം പെന്തിക്കോസിൽ പോയ അമ്മ ഒരു പയ്യനെ കെട്ടിയപ്പോൾ ഉടനെ സുവിശേഷം പറഞ്ഞു കൊടുത്തു. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ആരോടും സുവിശേഷം പറയണം, എവിടെയും സുവിശേഷം പറയണം. ഇല്ല അവർക്ക് 10:30 വരെയും 11:30 വരെയും മൈക്ക് കെട്ടി പറയാം, നമുക്ക് പറയാൻ പറ്റും. ഇന്ന് ഞാൻ 11 ആകാരം നിർത്തുകയാണ്. പിന്നെ അല്ല, എഴുന്നേറ്റങ്ങാനും പോയാൽ മൈക്കുമായിട്ട് ഞാൻ പുറകെ വരിക, പ്രസംഗിച്ച് നമുക്ക് അങ്ങ് പോകാം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ട് സന്തോഷിച്ചോണം. സ്തോത്രം. ഈ വചനമാണ് നമ്മെ ഇത്രത്തോളം ഉയർത്തിയത്. ഈ വചനമാണ് നമ്മെ ഇത്രത്തോളം വ്യത്യാസപ്പെടുത്തിയത്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ഗുണം വരുത്തിയത്. ഇവിടെ വേറെ ഒരു രാഷ്ട്രീയക്കാരുമല്ല, മതനേതാക്കളുമല്ല, സാമുദായിക പരിഷ്കർത്താക്കളുമല്ല. ആമേൻ. ഇവിടെ നമുക്ക് വല്ല ഗുണവും ചെയ്തത് ദൈവത്തിന്റെ വചനമാണ്. സുവിശേഷം എത്തിയതാണ് നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നത്. സുവിശേഷത്തെ തച്ചുടയ്ക്കാൻ കച്ച കെട്ടിയിറങ്ങിയവർ രംഗത്തുണ്ട്. കച്ച കഴിഞ്ഞതല്ലാതെ സുവിശേഷത്തിന് ഒരു ഭംഗവും വന്നിട്ടില്ല, വരത്തുമില്ല, ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരോട് സുവിശേഷം പറയണം. സ്തോത്രം. പിന്നെ എൻ്റെ ശബ്ദം കേൾക്കാമോ? ഇവര് കൊട്ടുമ്പോ ഇത് കൊട്ട മേളിൽ നിൽക്കുന്നു തോന്നല്ലയോ? കുഴപ്പമില്ല. എന്നാ പിന്നെ കൊട്ടിക്കോ, കുഴപ്പമില്ല. എനിക്ക് ഈ ശബ്ദം ഒന്നും കൊള്ളുകയില്ലെങ്കിൽ ഞാൻ പാടി ഒപ്പിക്കുന്ന എന്നാന്ന് എല്ലാവരും കേൾക്കണം. അപ്പൊ അത് നിർബന്ധമുണ്ട്. ശബ്ദം ഒന്നും കൊള്ളുകയില്ല, എന്നാൽ ഇത് ഒപ്പിക്കുന്ന എന്നാന്ന് കേൾക്കണം. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, ദൈവയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല്ലുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷ ലോകം ജയിക്കുമേ, ദൈവയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. കൂടുവീൻ സഭകളെ വന്ന് പാടുവീൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവീൻ, സുവിശേഷം ചൊല്ലാൻ ഓടുവീൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനമൊത്തെല്ലാരും നിന്നിടുവിൻ, വേഗം ജയിക്കുമേ സുവിശേഷ ലോകം ജയിക്കുമേ, ദൈവയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അവൾ സുവിശേഷത്തെ തച്ചുടയ്ക്കാൻ രംഗത്ത് വന്നവരുടെ കച്ച കഴിഞ്ഞതല്ലാതെ സുവിശേഷത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ അമ്മയുടെ കയ്യിൽ ഒരു പയ്യനെ കെട്ടിയപ്പോൾ സുവിശേഷം പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വീക്ഷിച്ചു. ഉടനെ അമ്മ പെന്തിക്കോസിലാന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് വെപ്രാളമായി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാനും ഇനി പെന്തിക്കോസിലാകുമോ എന്നുള്ള വെപ്രാളം. നമ്മൾ ഈ പെന്തിക്കോസ് വരുന്നതിന് മുന്നേ പെന്തിക്കോസുകാരെ വീട്ടിൽ കയറ്റുമോ, ഇവരുമായിട്ട് സംസാരിക്കുമോ, പ്രാർത്ഥനയ്ക്ക് പോകുമോ, ലഘുലേഖ മേടിക്കുമോ ഒന്നും ചെയ്യത്തില്ല. അബദ്ധത്തിൽ ചെയ്താൽ നമ്മൾ ഇതിനകത്താകും. അങ്ങനെ ഈ പെന്തിക്കോസിൽ ആളാകുന്നത്. എൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോനൊരിക്കൽ പറഞ്ഞു, പെന്തിക്കോസ് എന്ന് പറഞ്ഞത് ചിക്കൻ പോക്സ് വരുമ്പോഴാണ്. വീട്ടിൽ ഒരുത്തന് വന്നാൽ മതി, അവന്റെ കുളി കഴിയുമ്പം അടുത്തവന് കയറി പിടിക്കും. അവന്റെ കുളി 21 ദിവസം കഴിയുമ്പോൾ അടുത്തവന് കയറി പിടിക്കും. ഇതിങ്ങനെ ആ വീട്ടിലുള്ള മുഴുവൻ എണ്ണത്തിനും പിടിക്കും. അവരുടെ കുളിയെല്ലാം കഴിയുമ്പോൾ അയലത്തുകാർക്ക് കയറി പിടിക്കും. അപ്പൊ എന്ന് ഇവൻ പറഞ്ഞ ഇതുപോലെ പെന്തിക്കോസ് എന്ന ഏതാണ്ടൊക്കെ ഒത്തു വരുന്നുണ്ട്. പക്ഷെ ഇത് ചിക്കൻ ബോക്സ് ഒന്നുമല്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്ക വരത്തില്ല. ഇന്ന് രാത്രി പിതാവിനാൽ ആകർഷിക്കപ്പെട്ട എല്ലാവരും രക്ഷകയുടെ പെട്ടകത്തിൽ കയറും. അപ്പൊ ഞാൻ ഇത് ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഉടനെ അമ്മ എന്നോട് പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ എന്താ പ്രാർത്ഥിച്ചെങ്ങാനും ഇതിനകത്ത്
ഈ പെന്തിക്കോസുകാരെ പറ്റി നാട്ടുകാർക്ക് പല അഭിപ്രായമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് ഇതിനകത്താക്കും, പ്രാർത്ഥിച്ച് കൊല്ലും, പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങനെ ചെയ്യും. പിന്നെ വേറെ ചിന്തകളുണ്ട്. നമ്മൾ കണ്ണടച്ച് ഫോട്ടോ എടുക്കും എന്ന് വെച്ചാൽ അമേരിക്കൻ ഉള്ള പ്രാർത്ഥിക്കാൻ പോലും കണ്ണടയ്ക്കുന്നില്ല, പിന്നെ അതിന് ഫോട്ടോയ്ക്ക്. അങ്ങനെയൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ഈ ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ഈ വീട്ടിൽ ചെന്നതും ദൈവത്തിന്റെ വചനം വായിച്ചതും അമ്മ സുവിശേഷം പറഞ്ഞതെല്ലാം ഈ വീടിന് തൊട്ടടുത്ത വീട്ടിൽ ഒരു ദൈവദാസൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റർ സൈമൺ. അപ്പൊ ഞാൻ അമ്മയെ പേടിച്ച് ഷടീന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത്. കുട്ടനാട്ടിൽ ഞങ്ങളുടെ അവിടെ വന്നിട്ടുള്ളവർക്ക് ചെയ്യാം. കടമ്പ കടന്ന് വെള്ളിലോട്ട് വന്നപ്പോൾ കായലിൻ്റെ തീരമാണ്, കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ടിരിക്കുക. ചെറിയ ബണ്ടെന്ന് പറയും. ഞാൻ അതിലേക്കൂടെ നടക്കാം. കരയ്ക്ക് മുഴുവൻ കൈത, താഴെ മുഴുവൻ വെള്ളം, ചെറിയ ഇത്രയും വീതിയില്ല, ചെറിയൊരു ബണ്ട. രണ്ടുപേർക്ക് കഷ്ടിച്ചേ പോകാൻ പറ്റൂ. ഞാനിപ്പോൾ ഈ അമ്മയെ പേടിച്ച് ഈ വീട് വിട്ടിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വരേണ്ട വഴിക്ക് മുമ്പായിട്ട് ഈ ദൈവദാസം വന്ന് നിൽക്കുക. എന്നെ കണ്ട് ചെറുതായിട്ടൊരു ഊറിയ ചിരി ചിരിച്ചു. ഇങ്ങനെ ചെറുതായിട്ടൊരു ചിരി ചിരിച്ചു. എനിക്ക് ചിരിയുടെ അർത്ഥമൊക്കെ പിടികിട്ടി. അപ്പൊ ഇദ്ദേഹം മാറുന്ന ലക്ഷണമില്ല, എനിക്ക് പോവുകയും ചെയ്യണം. അപ്പൊ ഇപ്പറേ വെള്ളം, ഈ സൈഡ് മുഴുവൻ മുള്ളുള്ള കൈത, ഇദ്ദേഹം ഫ്രണ്ടിൽ. അപ്പൊ ഞാൻ മാറുന്ന ലക്ഷണമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്നാൽ പുറമോട്ട് നടന്നാൽ വേറൊരു വഴിയുണ്ട്, അതിലേ പോകാൻ നിർത്തി. ഞാൻ പുറകോട്ട് തിരിഞ്ഞപ്പം ഈ അമ്മ വന്ന് പുറകെ നിൽക്കുക. ഞാൻ എങ്ങോട്ട് പോയെന്നറിയാൻ അമ്മ പുറകെ വന്ന്. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ്. തിരുവചനം പഠിപ്പിക്കുന്നത് നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതെല്ലാം നമ്മുടെ ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ഇന്ന് രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്നത് അവിചാരിതമായിട്ട് വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാ. ഓരോ ചലനങ്ങളും ചിന്തകളും ഇച്ഛകളും നിലവുകളും അറിയുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. അപ്പൊ എൻ്റെ ഈ വിഷമസന്ധി കണ്ട് ദൈവദാസൻ പറഞ്ഞു പൊയ്ക്കാട്ടെ എന്ന് പറഞ്ഞ് വഴി ഒതുങ്ങി തന്നു. ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് ഒരു വേദപുസ്തകം തന്നേച്ച്, പുതിയ നിയമമാണ് ഇത് തന്നേച്ചെന്നോട് പറഞ്ഞു ഇത് വായിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാകും. ഞാൻ ആ വേദപുസ്തകമായിട്ട് ഷടയെന്ന് വീട്ടിൽ വന്നു. ചില ദിവസങ്ങളൊക്കെ വായിച്ചു, എങ്കിലും വ്യത്യാസമൊന്നും അങ്ങനെ വന്നില്ല. രാവിലെ പോയിട്ടും ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, എങ്കിലും സൗഖ്യവും ലഭിക്കുന്നില്ല. എന്തിനേറെ വിവരിച്ചു പോകാൻ സമയമില്ലല്ലോ. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു യോഗം നടക്കുക പെന്തിക്കോസുകാരുടെ മുറ്റത്ത്. അപ്പം ഞാൻ ദൂരെ മാറി യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഭയങ്കര ബഹളമാണ്. മുറ്റത്താ യോഗം, ഓപ്പണായിട്ടാണ്. ദൈവദാസന്മാരിങ്ങനെ സ്റ്റേജിൻ്റെ അവിടെ കസേരയൊക്കെ ഇട്ടിരിക്കുന്നു. വിശ്വാസികൾ അധികം ആൾക്കാരില്ല, കുറച്ച് പേര് സാധുക്കളാണ്. അതുങ്ങളിരുന്ന് പാടുക, ഭയങ്കര ബഹളമാണ് യോഗം. അപ്പോൾ തുള്ളുന്നു, ചാടുന്നു, ഒച്ചപ്പാട്, ബഹളം. ഞാൻ ദൂരെ ഒരു മരത്തിന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുക. ഭയങ്കര ബഹളമാണ്. എനിക്കാണെങ്കിൽ ഒന്നും പിടികിട്ടുന്നില്ല. എനിക്ക് ഇപ്പോഴും പലതും പിടികിട്ടുന്നില്ല. 10-25 കൊല്ലമായി ഇതിനകത്ത് വന്നിട്ട്. ഇതിനകത്ത് പലതും ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് പിന്നീട് അറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വീക്ഷിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഈ പെന്തിക്കോസുകാർ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവർ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമായിരിക്കും എന്നിങ്ങനെ എൻ്റെ ചിന്ത വന്നെങ്കിൽ ഞാൻ മുമ്പോട്ട് പോയില്ല. മരത്തിന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ യോഗ സ്ഥലത്ത് നിന്നൊരു പയ്യൻ ഇറങ്ങി എൻ്റെ സമീപയെ കൂടെ വന്നപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞു, മോനെ പാസ്റ്ററോട് പറയണേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ആ പയ്യനെ ഉടനെ ഓടിച്ചെന്ന് ദൈവദാസന്മാരിങ്ങനെ ഇരിക്കുക. ഒരു ദൈവദാസനോട് പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. പാസ്റ്റർമാരല്ലേ വിടുവോ? ഒരു പാസ്റ്റർ ആടി എഴുന്നേറ്റ് പറഞ്ഞു, ആ സഹോദരൻ മുമ്പോട്ട് വരാൻ പറഞ്ഞു. അയ്യോ, പറഞ്ഞത് അബദ്ധമായില്ലൊന്നായി. മുമ്പോട്ട് വരാൻ പറഞ്ഞു. എന്നെ ക്ഷണിച്ചു പ്രാർത്ഥനയ്ക്ക്. എന്തായാലും കൊള്ളാം, അറച്ചും മടിച്ചുമൊക്കെയാണെന്നില്ല ഞാൻ മുൻപോട്ട് നടന്നു ചെന്നു. അന്ന് രാത്രി അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. ആ രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഉദ്ദേശം അന്ന് രാത്രി 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. എന്നെ ആരും നിർബന്ധിച്ചതൊന്നുമല്ല, സമ്മർദ്ദമൊന്നും ചെലുത്തിയില്ല. കാശ് തരാമെന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. എനിക്കാരും തന്നിട്ടില്ല. സൈക്കിൾ തരാമെന്ന് പറഞ്ഞിട്ടില്ല, സൈക്കിളൊന്നും തന്നിട്ടില്ല. എന്നെ സൈക്കിൾ ഇടിപ്പിച്ച് കൊല്ലാനാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ മോഹന വാഗ്ദാനങ്ങളൊന്നും പറഞ്ഞല്ല എന്നെ പെന്തിക്കോസ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആരും എന്നെ മതം മാറ്റിയതല്ല, നിർബന്ധിച്ചതല്ല, സമ്മർദ്ദം ചെലുത്തിയതല്ല, ആരും എന്നെ പ്രസ് ചെയ്തൊന്നും ഞാൻ ഇതിനകത്ത് വന്നതല്ല. എനിക്ക് ഒരു കാര്യം പിടികിട്ടി, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല. യേശുക്രിസ്തു മാത്രമേക രക്ഷകൻ. അതുകൊണ്ട് ആ കർത്താവിനെ അറിയുവാനും രുചിപ്പാനും സൗഖ്യം പ്രാപിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അതുകൊണ്ട് ഞാനിത് പറഞ്ഞ എന്നാണെന്നറിയാമോ, ഇപ്പൊ എല്ലാം കർവാപസിയ വന്നവരെ എല്ലാം പിടിച്ചോണ്ട് പുറകോട്ട് പോവുക. ചുണയുണ്ട്, നീ എന്നെ ഒന്ന് കൊണ്ടുപോകും. എന്നാലും അറിയാം വരെ നീ പോകുന്നതല്ലാതെ ഞാൻ നിന്റെ കൂടെ വരികയല്ല. കാരണം ഞാൻ ഇന്നും കർത്താവിന് രുചിച്ചുകൊണ്ടിരിക്കുക.
പ്രൈസ്. പിന്നെ ഞങ്ങളുടെ ഇടയിലെ പാവം പിടിച്ച കുറേ പെണ്ണുങ്ങളുണ്ട്, അതുങ്ങളെ കൊണ്ടുപോകാൻ, അതുങ്ങൾ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതുങ്ങളെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല. ഈ സത്യം മനസ്സിലാക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം ഭദ്രമായി സൂക്ഷിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിന് മഹത്വം. ബാക്കി ഭാഗമൊന്നും സാക്ഷ്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ധ്യാനിക്കുക. അങ്ങനെ ദൈവം എന്നെ രക്ഷിച്ചു. എൻ്റെ മേൽ വരാതിരുന്ന സകല ന്യായവിധികളും എല്ലാം കർത്താവ് മാറ്റി. രോഗത്തിന് സൗഖ്യം നൽകി. എൻ്റെ മരണഭീതികൾ മാറ്റി, ചിത്തഭ്രമങ്ങൾ മാറ്റി. യേശു എന്നെ രക്ഷിച്ചു. ഇന്ന് രാത്രി മാനസിക വേദനകളാൽ, വ്യതകളാൽ, നിരാശകളാൽ, രോഗപീഠകളാൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നെട്ടോട്ടം ഓടണ്ട, ചഞ്ചലിക്കണ്ട, അലഞ്ഞു നടക്കണ്ട. ഇന്ന് രാത്രി സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിന്റെ അടുക്കൽ മുട്ടുമടക്കുന്നെങ്കിൽ നിന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യമാക്കും യേശു. എനിക്ക് സമാധാനം നൽകിയ യേശു നിനക്ക് സമാധാനം നൽകുവാൻ നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ ഗോത്രത്തിലോ പെട്ട വ്യക്തിയായിട്ട് കറുത്തവനോ വെളുത്തനോ പണ്ഡിതനോ പാവനോ കുചേലനോ കുബേരനോ കറുത്തോ ആരുമാകട്ടെ, അവൻ ദൈവത്തിന് വിഷയമല്ല. സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാ. അവൻ ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ ദീർഘയാത്രയോ ദൂരയാത്രയോ ഒന്നും നടത്തണ്ട. ഇന്ന് രാത്രി യേശു നിന്റെ സമീപയുണ്ട്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നെ വിടുവിച്ച സൗഖ്യമാക്കിയ യേശു ഇന്ന് രാത്രി താങ്കളെ മാതാവേ, പിതാവേ, സ്നേഹിത, സഹോദര, സുഹൃത്ത്, നിന്നെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, സൗഖ്യമാക്കുവാൻ കഴിവുള്ള നസറേയനാകുന്ന യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പാടിയാട്ടെ. മരണത്തിന്റെ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും, മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും, ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നത് കണ്ടു വീണ്ട രാജനാഥനെ അൻപിതോ യേശുനായക തന്നിതോ ഏഴകായി നിൻ ജീവനെ ആമേൻ. അൻപിതോ യേശുനായക തന്നിതോ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, അരുമസൂതനായി അണച്ചുകൊള്ളുവാൻ കരളലിഞ്ഞിതോ അൻപിതോ യേശുനായക തന്നിതോ ഏഴകായി നിൻ ജീവനെ ആമേൻ. അൻപിതോ യേശുനായക തന്നിതോ ഏഴകായി നിൻ ജീവനെ. ഇന്ന് രാത്രി രക്ഷിപ്പാൻ വല്ലബദ്ധമുള്ള, അവൻ വിടുവിപ്പാൻ ശക്തിയുള്ള യേശുക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ മകത്ത് ഞാൻ പൊതുവിൽ പറഞ്ഞല്ലോ, ശബ്ദമൊന്നും അത്ര സുഖപ്രദമല്ല, ആർക്കും അത്ര കേൾക്കാൻ അത്ര സുഖമുള്ള ശബ്ദമല്ല എൻ്റെ ശബ്ദം. എന്നാലും സന്തോഷം വന്ന യേശുദാസ് ഇരുന്നാ ഞാൻ പാടും. ഞാൻ ഇവരെ നീ യേശുദാസല്ല, യേശുദാസിന്റെ ഗുരുക്കന്മാരുണ്ടല്ലോ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ, അരിയക്കുടി, ശമ്മാൻകുടി, കമ്പക്കുടി, സകല കുടി ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ പാടും. ശബ്ദമൊക്കെ ഇത് മതി, കാരണം കർത്താവിനെ പറ്റിയാ പാടുന്നത്. ഈ ശബ്ദത്തിൽ പാടുന്നത് ആ തമ്പുരാൻ ഇഷ്ടം. ദൈവം അവനവന്റെ ശബ്ദം പാടുന്നത് ആ ദൈവത്തിന് ഇഷ്ടം. കർത്താവിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇടയ്ക്കിടയ്ക്ക് രണ്ട് ശീലി പാട്ടുമൊക്കെ പാടും. ആ കൈയല്ല ഇങ്ങനെ ഇതിന് മാത്രം ഉള്ളതല്ല, രണ്ട് കൈയൊക്കെ ഒന്ന് അടിച്ച് ഒക്കെ ഇതിന് മാത്രമുള്ള അല്ലല്ലോ കയ്യ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടടി ആ മസിലൊക്കെ ഒന്ന് പിടിയൊക്കെ ഒന്ന് അയയട്ടെ. ഇങ്ങനെ ശ്വാസം പിടി ആരെ വിടുങ്ങോട്ടെന്ന് ഓർത്ത് വന്ന് നോക്കിയിരിക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രത്തിനും സ്തുതിക്കും മഹത്വത്തിനും യോഗ്യൻ യേശു മാത്രം.
Praise the Lord. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത് യൂദയുടെ ലേഖനം 14-15 വാക്യമാണ്. ഈ ദേശത്തുള്ളവർക്ക് വേദപുസ്തക പരിജ്ഞാനമുണ്ട്, വേദ പഠിതാക്കളാണ്, വേദ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ പ്രശസ്തരായ ദൈവദാസന്മാരും ദൈവമക്കളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാകയാൽ വേദപുസ്തകം നല്ല അറിവുള്ളവരാ നിങ്ങൾ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. യൂദയുടെ ലേഖനം 14-15 വാക്യം ഒരിക്കൽ കൂടി വായിച്ചാട്ടെ മോളെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ ആയിരം വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ശ്രദ്ധിക്കുക, യൂദയുടെ ലേഖനം 14-15 വാക്യം വേദപുസ്തകത്തിൽ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ദൈവശാസ്ത്രപരമായിട്ട് ലേഖനം പഠിക്കുമ്പോൾ തന്നെ ഉപദേശപരമായിട്ട് ലേഖനങ്ങളെ പഠിക്കും. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം, കൊരിന്ത്യലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനം, ഫിലിപ്പിയ ലേഖനം സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം, കൊലോസ്യ ലേഖനം സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ അവകാശം, തെസലോനിക്ക ലേഖനം അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശ, തിമോഥെയോസിന്റെ 2 ലേഖനങ്ങൾ, തീത്തോസിന്റെ ലേഖനം പ്രത്യാശ പ്രാപിച്ച വിശുദ്ധന്മാരുടെ നടപടിക്രമങ്ങൾ, ഫിലോമോന്റെ ലേഖനം നടപടി പ്രാപിച്ച ദൈവമക്കളുടെ കടപ്പാടുകൾ, എബ്രായ ലേഖനം കടപ്പാട് പ്രാപിച്ച വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം കരുതി വെച്ച വിഷയം, യാക്കോബിന്റെ ലേഖനം കരുതൽ പ്രാപിച്ച ദൈവമക്കളുടെ പ്രവൃത്തിയെ കാണിക്കുന്നു, പത്രോസിന്റെ 2 ലേഖനം പ്രവൃത്തികൾ തൽപരരായി നിൽക്കുന്ന വിശുദ്ധന്മാരുടെ അഴിഞ്ഞു പോകാത്ത പ്രത്യാശ, യോഹന്നാന്റെ 3 ലേഖനം പ്രത്യാശയുടെ പൂർത്തീകരണത്തിലെത്തിയ വിശുദ്ധന്മാരുടെ ദൈവസ്നേഹം. നാം ആദ്യം മുതൽ കേട്ട ദൂതൻ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ ദൈവസ്നേഹം. ഇങ്ങനെ ദൈവസ്നേഹത്തിലും പ്രത്യാശയിലും കടപ്പാടിലും കടമയിലും കർത്തവ്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് യൂദയുടെ ലേഖനത്തിൽ കർത്താവ് ഒരു ആലോചന പറയുന്നുണ്ട്. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിക്കും. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെ വീഴാതവണ്ണം സൂക്ഷിക്കുവാൻ മഹിമയുള്ള കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വീഴുവാൻ തക്കവണ്ണം വൈരി നമ്മെ തള്ളുന്നെങ്കിലും ഇന്നയോളം വീഴാന നിർത്തിയ സർവജ്ഞനായ സർവശക്തനായ സർവവ്യാപിയായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. അപ്പോൾ യൂദയുടെ ലേഖനം വീടാനവണ്ണം നമ്മളെ സൂക്ഷിച്ചു നിർത്തുന്ന ഒരു ദൈവം. യൂദയുടെ ലേഖനത്തിൽ ഒരു പ്രത്യേകത, വീടാനവണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കും. അപ്പോൾ തന്നെ നാം നമ്മെ തന്നെ സൂക്ഷിച്ചു നിൽക്കണം. അപ്പോൾ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടും തന്നെത്താൻ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന ദൈവജനം, അങ്ങനെയുള്ള ദൈവജനത്തോട് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഒരു ആലോചന പറയുന്നുണ്ട്. ഞാൻ വേഗം വരുന്നു. ഒന്നുകൂടെ പറയാം, പ്രത്യാശ വർദ്ധിക്കാൻ. ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടും തന്നെത്താൻ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് അവൻ കർത്താവ് വെളിപ്പാടി പറയുകയാ, വേഗം ഞാൻ വരുന്നു. അങ്ങനെ വേഗം വരുന്നുവെന്ന് കർത്താവ് സഭയോട് പറയുമ്പോൾ സഭ ഒന്നടങ്കം പറയണം, ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് പത്രോസ് കൊടുത്ത പ്രയോഗം ജീവനുള്ള പ്രത്യാശ. ഇത് ഇതര മതസ്ഥർക്കൊന്നുമില്ല. അവർക്കാർക്കും ഇങ്ങനെയുള്ള പ്രത്യാശയില്ല. എന്തിനേറെ ക്രൈസ്തവ ലോകത്തിലും എല്ലാവർക്കും ഈ പ്രത്യാശയൊന്നും ഇല്ല. യേശു വരുമെന്നും പോകുമെന്നും. കാരണം സ്വഭാവവും രീതിയും കണ്ടാൽ പോകുന്ന ഒരു ചാൻസും കാണുന്നില്ല. പിണങ്ങരുത്, പെന്തിക്കോസിലും എല്ലാവർക്കും ഒന്നും ഈ പ്രത്യാശയില്ല. ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. എന്നാലും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യമല്ല പൊന്നച്ച. അപ്പോൾ പെന്തിക്കോസിലും എല്ലാവർക്കും ഉണ്ട് ഈ പ്രത്യാശ ഇല്ല. പിന്നെ ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടിലോട്ട് കയറ്റുക, പാസ്റ്റർമാരിലും എല്ലാവർക്കും ഒന്നും ഈ പ്രത്യാശ ഇല്ല. പക്ഷെ ഇതിനകത്ത് ജീവിക്കുന്ന, ആരാധിക്കുന്ന, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ട്. അവർക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, യേശു ക്രിസ്തു വീണ്ടും വരും. കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് ഇവിടുന്ന് എടുക്കപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള പ്രസംഗമൊന്നും ഇപ്പൊ എല്ലാവർക്കും വലിയ തൃപ്തിയില്ല. ഇപ്പൊ അങ്ങ് മൊത്തം വിട്ടുതല്ല. അവിടെ വിട്ടുതൽ, ഇവിടെ വിടുതൽ, ആകെ വിടുതൽ, അപ്പുറം വിടുതൽ, ഇപ്പുറം വിടുതൽ. ഇന്ന് രാത്രി ഒരു വിടുതൽ, മുഴുവൻ അങ്ങ് വിട്ടുതല്ല. ഒന്നും പറയുന്നില്ല, ദൈവത്തിന് മഹത്വം. ഏതായാലും നമുക്ക് നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടണം. ഇവിടെ യൂദയുടെ ലേഖനത്തിന്റെ പ്രത്യേകത 21 ലേഖനങ്ങളുള്ളതിൽ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഈ ലേഖനം ആരെഴുതി? യൂദ എഴുതി. ഏത് യൂദ? പണ്ടൊരു അമ്മ പറഞ്ഞു, തൂങ്ങിച്ചത്തെങ്കിലും ലേഖനം തന്നേച്ചാന്നല്ലോ പോയത്. തൂങ്ങിച്ചത്ത യൂദ അല്ല, ജീവനോട് ഇരുന്ന യൂദായ ലേഖനം എഴുതിയത്. 1-ാം വാക്യമായിരുന്നു മോളെ, ചടികടാന്ന് വായിച്ചോണം. യേശുക്രിസ്തുവിന്റെ ദാസനും
യാക്കോബിന്റെ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. യൂദാ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. ഈ യൂദാ നമ്മുടെ കർത്താവാകുന്ന ഈശോ മിശിഹായുടെ അർത്ഥ സഹോദരന് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പ്രസവിച്ച് അനന്തരം ഈ അമ്മ മറിയം വേറെ പിള്ളാരെ പ്രസവിച്ചു. നാടൻ ഭാഷ പറഞ്ഞ അമ്മയ്ക്ക് വേറെ പിള്ളാരുണ്ടായിരുന്നു, അമ്മ വീണ്ടും പ്രസവിച്ചു. അതുകൊണ്ടാണ് വേർപെട്ട ദൈവമക്കൾ, വചനമറിയാവുന്ന ദൈവമക്കൾ മറിയമ്മനെ നിത്യ കന്യകയായിട്ട് അംഗീകരിക്കാത്തത്. സ്തോത്രം. മറിയമ്മനെ മധ്യസ്ഥതയിൽ ഇടയ്ക്ക് നിർത്താത്തതും നിത്യകന്യകയായിട്ട് അംഗീകരിക്കാത്തതും ആരാധിക്കാത്തതും അമ്മയോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല. നാടൻ ഭാഷയെ പച്ചയ്ക്ക് വച്ചേ പറഞ്ഞ നമ്മുടെ കർത്താവിനെ പ്രസവിച്ച ശേഷം ഈ അമ്മ പിന്നെയും പ്രസവിച്ചു. തെളിവിന് വാക്യം വായിരുമോളെ മർക്കോസ് 6:3. മർക്കോസ് 6:3 ചടികടാന്ന് വായിക്കണം. മർക്കോസ് 6:3. ഇവൻ മറിയയുടെ മകനും ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനായ തച്ചനല്ലയോ? എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ശ്രദ്ധിച്ചേ, തച്ചനല്ലേ എന്ന് പറഞ്ഞത് കർത്താവിനെ കൊച്ചാക്കാനാ. അന്നും ഈ സൂക്കടുള്ള ആൾക്കാരുണ്ടായിരുന്നേ. അവൻ മറിയയുടെ മോനാണെന്ന് പറഞ്ഞാ പോരെ, തച്ചനാന്ന് പറഞ്ഞു കൊച്ച. അപ്പൊ ശ്രദ്ധിക്കുക, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദാ എന്നിവരുടെ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? തച്ചനല്ലയോ എന്ന് പറഞ്ഞത് കർത്താവിനെ കൊച്ചാക്കാനാ. അപ്പൊ പണ്ടും ഈ കൊച്ചാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്കറിയാം, ചില ദൈവദാസന്മാർ നന്നായിട്ട് ശുശ്രൂഷിക്കും, നല്ലതുപോലെ. ചിലരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നല്ലതുപോലെ ശുശ്രൂഷിക്കും. അപ്പം നമ്മുടെ ഇടയിൽ സൂക്കേടുള്ളവരുണ്ട്. അവർ ശുശ്രൂഷയൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ അപ്പം അങ്ങനെയുള്ള സൂക്കേടുള്ളവരെ പുള്ളി മറ്റേ പുള്ളിയാന്നാ തോന്നുന്നത്. അപ്പൊ ഈ സൂക്കേടുകാർ പണ്ടും പിന്നെ പറയുന്നില്ല, ഇങ്ങനെയുള്ള സൂക്കേടുള്ളവർ പണ്ടും യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? വായിര്. ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ വാക്യം ഇത്ര ക്ലിപ്തമായിട്ട് കിടക്കുന്നത് കൊണ്ട് മറിയം നിത്യകന്യകയല്ല. സ്തോത്രം. അതുകൊണ്ടാണ് മറിയമ്മനെ നിത്യകന്യകയായിട്ട് ദൈവമക്കൾ അംഗീകരിക്കാത്ത. അമ്മയോട് വൈരാഗ്യം ഉണ്ടായിട്ടില്ല, നല്ല അമ്മയാ, പക്ഷെ ആരാധിക്കത്തില്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമാണ്. ആരെ ആരാധിക്കണം, ആരാധിക്കണം, എങ്ങനെയാ? അതൊക്കെ വേദപുസ്തകത്തിൽ പ്രമാണമുണ്ട്. ഇടയ്ക്കെങ്കിൽ കയറി പറയാം, ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. അതൊരു മനുഷ്യനെയോ മൃഗത്തെയോ കന്നുകാലി, ഇടജാതി, മൃഗജാതി, പറവജാതി വിഗ്രഹങ്ങളൊന്നും ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രം. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുതെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി ആരാധിക്കണം? വീണ്ടെടുക്കപ്പെട്ടവൻ ആരാധിക്കണം. വഴിയെ പോകുന്നവരും അല്ലെങ്കിൽ അവൻ ഇതിനകത്ത് ചുമ്മായിരിക്കുന്നവരൊന്നും അല്ല ആരാധിക്കേണ്ടത്. അവൻ വ്യവസ്ഥയുണ്ട് ആരാധനയ്ക്ക്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. വായിച്ചേ പോലെ എബ്രായർ 9:1 ആരാധനയ്ക്ക് വ്യവസ്ഥ. എബ്രായർ 9:1 വായിര്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം. ഇന്നാളെ ഒരാൾ വായിച്ചു ആരാധനയ്ക്കുള്ള ചാട്ടം എന്ന്. ഓടിച്ചു വായിച്ചപ്പോ അങ്ങ് പോയതാ. ആരാധനയ്ക്കുള്ള ചാട്ടം. ആരാധനയ്ക്ക് ചാട്ടമല്ല, ആരാധനയ്ക്ക് ചട്ടം. അപ്പോൾ എന്നാ മറുവശമുണ്ട്. ആരാധനയ്ക്ക് ചാട്ടമുണ്ട്, അത് ചട്ടത്തിൽ നിന്ന് ചാടണം. ചട്ടം വിട്ടുള്ള ചാട്ടമൊന്നും ദൈവികമല്ല. ആരാധനയിൽ നൃത്തം ചെയ്യും, ഉറക്ക സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, മഹത്വമുണ്ട്. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുന്നത് അതെല്ലാം ചട്ടത്തിൽ നിന്ന് വേണം ചാടാൻ. ചട്ടം വിട്ടുള്ള ചാട്ടമൊന്നും ആരാധനയല്ല. പിന്നെ അതെല്ലാം ഒരു ഓളമാണ്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളമാണ്. ഇത് ഓളമല്ല, പ്രമാണത്തിൽ നിന്നുള്ള ആരാധനയാണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ യൂദാ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദാ. ഇനി ഈ യൂദാ ഈ ലേഖനം എഴുതാനൊക്കെ കാരണമുണ്ട് പറയാം. യൂദായുടെ ലേഖനത്തിൽ എത്ര വാക്യമുണ്ട് മോളെ? 25 വാക്യമേ ഇതിനകത്തുള്ളൂ. 25 വാക്യമേ ഈ ലേഖനത്തിലുള്ളെങ്കിലും മുഴുവൻ വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. ആകെ 25 വാക്യമേ ലേഖനത്തിലുള്ളൂ എങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിൽ അടങ്ങിയിട്ടുണ്ട്. സകല വിഷയമെന്ന് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പുള്ള വിഷയം മുതൽ ഇപ്പോഴത്തെ വിഷയം വരെ ഈ ലേഖനത്തിലുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് മനുഷ്യനെ പടഞ്ഞെന്നാണ് ആ ദൈവം തമ്പുരാൻ. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം
തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേ ഇരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരികലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് ഇവന്റെ വാഭഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ടു. ഞാൻ മിക്കയിടത്തും പറയും, ഈ സൈമൺ സാറ് പറഞ്ഞ ഹവ്വായെ കണ്ട ആദാം അന്തം വിട്ടുപോയെന്ന്. ഞാൻ എപ്പോഴും പറയാം, ആദാ ഒറ്റ പ്രാവശ്യം അന്തം വിട്ടോളൂ. നമ്മൾ കാണുമ്പോൾ അന്തം വിടുക. കാരണം ചിലതിന്റെ സ്വഭാവം അത്ര നല്ലതല്ല. അതുകൊണ്ട് കാണുമ്പോൾ ഞെട്ടല. ഏതായാലും സാറ് പറഞ്ഞേക്കുന്നത് ഹവ്വായെ കണ്ട ആദാ അത്ഭുത ഭയപരവശനായി പോയെന്ന. അത് വേദവികാരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരമൊരു ദിവ്യമാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്ന വിവാദത്തിൽ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച പാന് പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി പ്രകാരവാദമനുള്ള തുലുച്ചരിച്ചു എന്ന് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച കന്തം ഇന്നലെ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വിടിഞ്ഞ് ചാന്ദ്രിക വരാവതോ അന്ത സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടി. വാനവ പരീക്ഷയിലെങ്ങാനുമാണോ വരില്ലാനാദികൾ കൽപ്പവേദമോർത്ത് കണ്ടാൽ കേശവങ്ങയും മുഖാംബുജത്തിൽ ആശകൻ പോലെ കളിയാണെന്ന് പുഞ്ചിരി കൊണ്ട് തിര്യജാതിയും ഭയപ്പെടും അഞ്ചിതമായതെന്ത പ്രഭയും മകളവും പാടലാധരം മനോമോഹനം നാസികയും പേടമാനടിപെട്ട് ഞാൻ ആരോട് പാടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹവ്വായെ കണ്ട അത് അത്ഭുതഭയപരമശനായി. എന്തായാലും ദൈവം തമ്പുരാൻ ഏതൻ തോട്ടത്തിൽ വരെയാക്കി. തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം, ദൈവം തമ്പുരാന്റെ ആജ്ഞ അനുസരിക്കണം. എന്തിനേറെ അപ്പോൾ അങ്ങനെ മനുഷ്യ സൃഷ്ടിക്ക് മുൻപുള്ള വിഷയം മുതൽ ഇപ്പോഴത്തെ വിഷയം വരെ ഈ ലേഖനത്തിൽ കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വായിക്കാം. 6-ാം വാക്യവും 18-ാം വാക്യവും. 6-ാം വാക്യം 18. 6 ആയിക്കൂടെ വായിക്കുമ്പോൾ മോനെ അതെല്ലാം ശരിയാക്കി കൊടുക്കും. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാനിപസ്വത്തിന്റെ വിധിക്കായി എന്നേക്കുള്ള ഞങ്ങളെ കിട്ട അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒറ്റവാക്യം പറഞ്ഞാൽ വിസ്തരിക്കാൻ നേരമില്ല. സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതൽ അല്ല വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോകുന്ന ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വൈഡൂര്യം, മാണിക്യം, നഖവർണി, ഭുക്ഷരാഗം, ഗോമേതകം, പൽമരാഗം, സുഗന്ധരക്തം ഇത്യാദി രക്തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട തേജോമയ രൂപികളായ സൗന്ദര്യ സമ്പൂർണരായ ജ്ഞാനസമ്പൂർണരായ ദൂതന്മാർ. അത് ഒന്നും രണ്ടുമല്ല, കോടി കോടി ദൂതന്മാർ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി. അപ്പൊ കോടി ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. ആ ദൂതഗണത്തിന് സൗന്ദര്യമുണ്ട്, ജ്ഞാനമുണ്ട്, അറിവുണ്ട്, വിവേകമുണ്ട്, ശക്തിയുണ്ട്. ശക്തിയും ബലവുമേറിയ ദൈവദൂതന്മാർ. അതിൽ ഒരു ദൂതൻ ഒറ്റ അടി കൊടുത്തപ്പോൾ ഹെരോദാവ് കൃമികരയായി. വേറൊരു ദൂതൻ വന്ന് ഒറ്റ പെരുക്കിയപ്പോൾ 1,85,000. അങ്ങനെ ശക്തിയുള്ള ദൂതന്മാരാ. ഇങ്ങനെയുള്ള ദൂതന്മാരാ നമുക്ക് കാവല്. അന്നേരം ഇവ മുളവടിയായിട്ട് വന്നാണ് നമുക്ക് വല്ല ഒയ്യേക്കുമോ? ഗോത്രം പട്ടണമർത്തുമ്പം മൊത്തം കത്തിക്കാൻ ഇസ്രയേലുകാരുന്നപ്പോ ഇവ മുളവടിയായിട്ട് കല്ലമ്മളയായിട്ട് കിടക്കുക. തല്ലുവെന്ന് പറഞ്ഞു ഉപദേശിമാരെ. പണ്ടൊക്കെ ഞങ്ങൾ തല്ല് കൊണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ നിന്റെ തല്ലൊന്നും കൊള്ളുന്നില്ല. സ്തോത്രം. അതിനെ സ്തോത്രം പറയാതെ തല്ലുകേലെന്ന് പിന്നെ നമ്മൾ തിരിച്ചു തല്ലുവോ? തിരിച്ചു തല്ല, പ്രാർത്ഥിച്ചൊതുക്കും അവനെ. അങ്ങനെ പിന്നെ നിന്നെ വലിയ പൊന്നുമോനെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ നീ മുച്ചാൻ നീളമുള്ള നീ അടിച്ചതിനെ ശരിയാക്കിയല്ലേ ദൈവം. ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമെന്ന് ദൈവം ദൂതനതയ്ക്ക് നിന്റെ മണ്ടയടിക്കുമെന്നാ പറഞ്ഞു. അതുകൊണ്ട് മര്യാദയ്ക്ക് ദൈവസന്നിധി വന്ന് ദൈവത്തെ ആരാധിച്ചോണം. അച്ഛനെ പേടിപ്പിച്ചില്ലെങ്കിലും ഒക്കത്തില്ലല്ലോ. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ഒരു ശക്തിയും ബലവുമുള്ള ദൂതന്മാർ, ശക്തിയുള്ള ദൈവദൂതന്മാർ. അപ്പൊ ഇങ്ങനെയുള്ള ദൂതന്മാർ കോടി ദൂതന്മാർ, കോടി ദൂതരുമായി യജരാജൻ വരുന്നേരം മതിച്ചവർ ഉയർത്തിയിടും വിചിത്രന്മാർ പറന്നിടും. കോടി ദൂതരുമായി യജരാജൻ വരുന്നേരം മതിച്ചവർ ഉയർത്തിയിടും വിശുദ്ധന്മാർ പറന്നിടും. വാക്കുമാറാ ദൈവശബ്ദം ഓരോന്നായി നിറവേറും. വാക്കുമാറാ ദൈവശബ്ദം ഓരോന്നായി നിറവേറും. ഞാനും ചേർന്ന് ആനന്ദിക്കും എന്നെ ചുവടുകൂടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ കോടി ദൂതന്മാർ ഇങ്ങനെ സദാ സന്നദ്ധരായി നിൽക്കുന്നു. അങ്ങനെ ദൂതലോകത്ത് നടന്ന വിഷയം വിസ്തരിക്കാൻ നേരമില്ല. അപ്പോൾ സ്വർഗത്തിൽ ദൂതലോകത്ത് നടന്ന വിഷയം മുതലാ യൂദാ തെളിയിച്ചിരിക്കുന്നത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതൽ
യൂദാ തുടങ്ങി. എന്നിട്ടോ ഇപ്പോൾ നടക്കുന്ന വിഷയം വരെ 18-ാം വാക്യം 18. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. അപ്പൊ ശ്രദ്ധിച്ചേ, ദൂതലോകത്തെ വിഷയം മുതൽ ഈ അന്ത്യകാലത്തെ വിഷയം വരെ യൂദാ കൊടുത്തിട്ടുണ്ട് 25 വാക്യത്തിനകത്ത്. എന്തിനാ വാക്യം ഒത്തിരി? 25 വാക്യത്തിനകത്ത് ദൂതലോകത്തെ വിഷയം മുതൽ ഈ പ്രസന്റിൽ ഇപ്പം നടക്കുന്ന വിഷയം വരെ കൊണ്ട് ഈ ലേഖനത്തിൽ കൊടുത്തു. അപ്പൊ ഈ ലേഖനം ചെറിയ ലേഖനമല്ല, ഈടുറ്റ ലേഖനമാണ്. ഇനി ഈ ലേഖനം എഴുതാനുള്ളതിന്റെ കാരണം എല്ലാം വിവരിച്ചു പോകാൻ നേരമില്ലല്ലോ. ഈ ലേഖനം എഴുതാനുള്ളതിന്റെ കാരണം രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദാ തുനിഞ്ഞത്. രക്ഷ, പൊതുവിലുള്ള രക്ഷ. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുവാനാ തുനിഞ്ഞെങ്കിലും എഴുത്ത് ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. അതാ എഴുത്തിന്റെ ഉദ്ദേശം. രക്ഷ എന്ന വിഷയം എഴുതാനാ തുനിഞ്ഞത്. പേന എടുത്തത് രക്ഷയെ പറ്റി എഴുതാനാ, പൊതുവിലുള്ള രക്ഷ. ഈ രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ തുനിഞ്ഞെങ്കിലും എഴുത്തു തുടങ്ങിയപ്പോൾ യൂദായിക്ക് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി ഓർപ്പിച്ചുണർത്തി. രക്ഷ എന്ന വിഷയം നിൽക്കട്ടെ, ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം കൊടുക്കണം. അപ്പൊ ഇടയ്ക്കൊരു കാര്യം പറയാം. രക്ഷ എന്ന വിഷയം പൊതുവിലുള്ള രക്ഷ. വായിച്ചേ മോളെ 3-4 വാക്യം. പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നമായി ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയാ ദുഷ്കാമവൃത്തിക്ക് ഹേതുമാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അവരെ പേടിയാന്ന് തോന്നുന്നല്ലോ ദുരുപദേശക്കാരെ. ഇന്ന് ഞാൻ ഇച്ചിരി ഉപദേശമൊക്കെ സ്ഥാപിക്കും. ദുരുപദേശത്തിനിട്ട് നല്ല പെരുക്കാനാ ഞാൻ കരുതി കൂട്ടിയാ വന്നേക്കുന്നത്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദാ തുനിഞ്ഞത്. രക്ഷ എന്താണ്? രക്ഷ ഏതാണ്? രക്ഷ രക്ഷയ്ക്ക് നിദാനമായി വല്ല ഘടകങ്ങളുണ്ടോ? രക്ഷിക്കപ്പെടാൻ എന്തെങ്കിലും ചെയ്യണോ? രക്ഷ നഷ്ടപ്പെടുമോ? രക്ഷ നഷ്ടപ്പെടുകയില്ലയോ? രക്ഷകയുടെ വിശ്വാസ്യത. ആരാണ് രക്ഷിക്കപ്പെടേണ്ടത്? ആരെയാണ് രക്ഷകനായി സ്വീകരിക്കേണ്ടത്? രക്ഷയ്ക്ക് കാശ് വല്ലതും മുടക്കുണ്ടോ? രക്ഷിക്കപ്പെടാൻ ദൂരയാത്ര വല്ലതും ചെയ്യണോ? രക്ഷകയുടെ ത്രികാലം രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെടും. രക്ഷ നഷ്ടപ്പെടുമോ? ഇത്യാദി വിഷയങ്ങൾ വിസ്തരിച്ചെഴുതാനാ യൂദാ തുനിഞ്ഞത്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞ ഭാഗം വിടാം. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാടൻ ഭാഷ പറഞ്ഞ കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കൊണ്ടോ, കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടോ, ആ തീരദേശത്ത് പോയത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. വെള്ള തന്നെ ഉടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചുമന്നത് തന്നെ ഉടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കറുപ്പ് മാത്രമേ പറ്റൂ എന്നൊന്നും നിർബന്ധമില്ല, ചെരുപ്പിടാതെ വരണമെന്ന് നിർബന്ധമില്ല, നടന്നൂപ്പാട് വരണമെന്ന് നിർബന്ധമില്ല, 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ആരോടും പറയണ്ട, ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന സ്ഥലത്ത്, നിൽക്കുന്ന കിടത്ത് നിന്ന് ഒറ്റ യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിൽ അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ഈ രാത്രി ആര് വിളിച്ചപേക്ഷിക്കും അവരെ രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ള നസറയനാകുന്ന യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സ്നേഹിതാ, ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാ, യാതൊരു കർമ്മമാർഗം കൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല. ഒന്നും ചെയ്യണ്ട, യേശുവിന് ഹൃദയം കൊടുക്കുക. സ്തോത്രം. അങ്ങനെ രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദാ തുനിഞ്ഞത്. പക്ഷെ എഴുതാരംഭിച്ചപ്പോൾ യൂദയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ഈ എഴുത്ത് ആരംഭിച്ചപ്പോൾ ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. അങ്ങനെയുള്ള പദമാ കൊടുത്തേക്കുന്ന 4-ാം വാക്യം ആയിരുമോളെ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന യഹോവ സാക്ഷിക്കിട്ട് ഒരു അടി കൊടുക്കേണ്ടതാ. ഇപ്പൊ നേരമില്ലാത്തതുകൊണ്ടാ സാക്ഷിക്കാരെ എല്ലാം തല്ല് കൊടുക്കേണ്ടതാ. ഏതാ തല്ലെന്ന് പറഞ്ഞ കൈ കൊണ്ടല്ല, വചനം കൊണ്ടൊരു അടി കൊടുക്കണം. യേശു ക്രിസ്തു ദൈവമാണ്. തീത്തോസിന്റെ ലേഖനം 2:11 വായിച്ച ഒരടി കൊടുത്തേച്ചങ്ങ് പോകാം. തീത്തോസ് 2:11 ചടിയടാന്ന് വായില്ലേ. സാക്ഷിക്കാർ വല്ലവരും കേൾക്കുന്നുണ്ടെങ്കിൽ സാക്ഷിക്കാർക്ക് കടി തരിക. അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അതൊന്നും അല്ല വച്ചേ. തീത്തോസ് 2:11 ഇപ്പം മരിക്കുമൊന്നും വേണ്ട. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്ക് ആ കൊച്ചിനെ തെറ്റിക്കാൻ വന്നിരിക്കാന്നാ തോന്നുന്ന മറ്റേത്. എന്നാലും വായിച്ചോ മോളെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ
നിത്യമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ മണ്ടയില്ലാത്ത സഹോദര, യേശു ക്രിസ്തു മഹാദൈവമാണ്. ആമേൻ. മഹാദൈവവും നമ്മുടെ രക്ഷിതമായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് നിത്യദൈവം, ഏകദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, പരിശുദ്ധ ദൈവം. ഇതുപോലെ വേറൊരു ദൈവമില്ല. ഇപ്പോഴാണ് ഇഷ്ടംപോലെ ദൈവങ്ങൾ, ആണിനെയും പെണ്ണിനെയും എല്ലാം ദൈവമാക്കുക. ചില പെണ്ണുങ്ങളാണ് ദൈവം കളിച്ച് നടക്കുക. നല്ല കാശുമാ. യോ, പെണ്ണുങ്ങൾക്ക് വരാ കാശ്. ദൈവം കളിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ ഒന്നിനും കൊള്ളുകല, ദോത്രം പറയാൻ പോലും കൊള്ളുകല, പിന്നെ അതിനും ദൈവം കളിക്കാൻ. അതിനൊക്കെ പെരുമൂച്ചുള്ള പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ ദൈവം കളിക്കും. കാശ് വാരുന്നുണ്ട്. എല്ലാം പോയി നോക്കി നിൽക്കും. അപ്പൊ ഈ ദൈവം കളിച്ചാൽ ഇഷ്ടം പോലെ കാശാ. മനുഷ്യരാരും ദൈവമല്ല. കുറഞ്ഞ പക്ഷം ദൈവം കളിക്കണമെങ്കിൽ, ദൈവമാകണമെങ്കിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കണം. ദൈവത്തിന്റെ ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, ദൈവ സർവശക്തൻ. രണ്ട്, സർവവ്യാപി. മൂന്ന്, സർവജ്ഞാനി. നാല്, സർവവല്ലഭൻ. അഞ്ച്, സകലത്തെയും നിർമ്മിച്ചവനായിരിക്കണം ദൈവം. പോരാ, ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ദൈവത്തിനില്ല. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ദൈവത്തിന് മാറ്റമില്ലെന്നായി പറഞ്ഞത്. സ്തോത്രം. ക്ലൈമറ്റ് മാറിയപ്പം ദൈവത്തിന് പനി. ദൈവം ഇപ്പൊ ഇവിടെ ദൈവം മെഡിക്കൽ കോളേജിന്റെ ഐസിയുവിൽ കിടപ്പുണ്ട്. ദൈവം ഊളം ദൈവങ്ങള് സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ ദൈവത്തെ പറ്റി പറയുക. നമ്മുടെ ദൈവം ഗീതം മഹാത്ഭുത അവൻ ചെയ്തു. പാടുക പുതുഗീതം മഹാത്ഭുത അവൻ ചെയ്തു. താൻ വലകരവും വിശുദ്ധ പൂജവും വിജയം നേടി. താൻ വലകരവും വിശുദ്ധ പൂജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? ഇവരുന്നടി ചൂപ്പാട് വരും. അത് ഞാൻ കരുതിക്കൂട്ടി വിളിച്ചതാ. സ്തോത്രം. നാളെ വേറെ അടിയായി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് ഈ അടി. അപ്പൊ അതുകൊണ്ട് ഇന്ന് വചനവും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തണം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ഏതുള്ളൂ? ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം നടത്തുവാൻ വിശ്വസ്തനാണ്. ഞാൻ എല്ലായിടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് പറയാം. നാം സേവിക്കുന്ന യേശു ക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കളിച്ച് പൊന്തിപ്പൊങ്ങി വന്ന ദൈവമല്ല, നിത്യനായ ദൈവമാണ്. നമ്മുടെ കർത്താവ് 50 വർഷമോ 100 വർഷമോ 1000 വർഷം 10000 വർഷം പഴക്കമൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അടുത്ത കാലത്ത് മുളച്ച് കളിച്ച് പൊന്തിപ്പൊങ്ങി വന്ന ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു നിത്യനാണ്. എന്താ നമ്മുടെ ദൈവത്തിന്റെ പഴക്കം? 90 സങ്കീർത്തനം 1-ാം വാക്യം. അഹരോന്റെ നിര്യാണത്തിൽ അഹരോന്റെ അനുജനാകുന്ന മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ 90 സങ്കീർത്തനം. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയായി ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. ഈ നീട്ടി വായിച്ച പോരാ, കാര്യം പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകുന്നില്ലായിരിക്കും. നീട്ടി ചൊല്ലിയാ പോരെന്ന്. താവേ അങ്ങനെ ചൊല്ലിയാ പോരാച്ചാ, കാര്യം പറഞ്ഞു കൊടുക്കണം. മനസ്സിലായല്ലോ? ഇന്ന് എന്തൊക്കെ മനസ്സിലായാൽ മതി. നാളെ മറ്റന്നാളൊക്കെ യോഗം ഉള്ളത് കൊണ്ടായില്ല. ഞാൻ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ നീട്ടി പാടിയത് കൊണ്ടോ നീട്ടി ചൊല്ലിയത് കൊണ്ടോ പണ്ടൊരാൾ പറഞ്ഞാൽ ഓങ്ങി ഓങ്ങി നിന്നത് കൊണ്ടൊന്നും കാര്യം നടക്കുകയല്ല. നിനക്കിട്ട് വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇങ്ങനെയാന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഇങ്ങനെയും കൂടെ അങ്ങ് നിൽക്കും. അതാ ഒട്ടും സഹിക്കും. ഇങ്ങനെ തന്നെ നിന്നിട്ട് സഹിക്കാൻ മേല. അപ്പൊ പിന്നെ ഇങ്ങനെയും കൂടെ നിന്നാലും. അപ്പൊ ഒരു കാര്യം പറയാം, നീട്ടി ചൊല്ലി. ഞാൻ സ്തോത്രമൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? പ്രൈസ് ദി ലോർഡ്. അടുത്ത കാലത്ത് മുളച്ച് കളിച്ച് പൊന്തി വന്ന ദൈവമല്ല ക്രിസ്തു, നിത്യനാണ്. താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പണ്ടാരാണ്ട് പറഞ്ഞു, ആ മൂലയിൽ നിന്ന് കോടാലി എടുത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പം ഈ കോടാലി അങ്ങേ മൂലയിൽ വന്നു. അന്നേരം കേരളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി
മനസ്സിലായി? പള്ളിക്കൂടത്തിൽ പഠിച്ചാണ്. നിങ്ങളുടെ അത്ര ഒന്നും ഞാൻ പഠിച്ചില്ല, ഞാനും 2-3 ക്ലാസ്സൊക്കെ പോയപ്പോൾ ഞാൻ വൃത്തിയായിട്ടാണ് പോയത്. സ്തോത്രം. അന്നേരം പറഞ്ഞാട്ട് പഠിക്കാനൊന്നും മാവേ കയറിയില്ല, പോയപ്പം വൃത്തിയായിട്ട് പോയി. അപ്പൊ പണ്ട് പഠിപ്പിച്ചതാ കന്യാകുമാരി ക്ഷിതിയാതിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യം അമ്പാശുപർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരങ്കരിമ്പ് പനസമ്പുള്ള കേലമിഞ്ച് കേരങ്കവങ്ങ് തളവെച്ചിലയേത്തവാട ഈ രമ്യ വസ്തുതക തീർന്ന് വിളങ്ങുമീനൽ പാരാഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാഭം. അർത്ഥമൊന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഇത് ഓടാനും വാക്കത്തെയും വെട്ടുകത്തി എറിഞ്ഞപ്പോ ഉണ്ടായതൊന്നുമല്ല, ദൈവം സൃഷ്ടിച്ചതാ. തെളിവിന് ഒരു വാക്യം, എല്ലാം മാറ്റി വിട്ടാ തെളിയിക്കുന്നത്. വെളിപ്പാട് 4:11. ഒത്തിരി വാക്യമുണ്ട്, പറയാൻ നേരമില്ല, അതുകൊണ്ടാ. എങ്കിലും തെളിവിനൊന്നത് വെളിപ്പാട് 4:11. നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ചെയ്തുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈ കാണുന്ന സകല ജരാചരങ്ങളെ, അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കൂടിടാണ്ടത്തെ, ഈ നക്ഷത്രങ്ങളെ, ഗ്യാലക്സികളെ നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, പൂജര ഗേജര വസ്തുക്കളെ, വനങ്ങൾ, അഭയം തേടും മൃഗങ്ങൾ, നാട്ടിലെ മൃഗഗണങ്ങൾ, സകലത്തെയും നിർമ്മിച്ചവൻ, പടച്ചവൻ, ചമച്ചവൻ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് മുഴുവന്റെ രക്ഷിതാവ്. യേശു ക്രിസ്തുവാണ് മുഴുവത്തെ നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ. ഞാനൊരു കാര്യം ഉച്ചസ്ഥലം ഉറപ്പിച്ച് പറയാ, ഈ ലോകത്തിൽ വണ്ടിയും മത്തും വീടും കാറും ലോറിയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വക സത്യദൈവത്തെ കണ്ടതാ. യേശു ക്രിസ്തുവിനെ കണ്ടതാണ് ഭാഗ്യം. ഇന്ന് രാത്രി യേശു നിന്റെ ഉള്ളത്തിൽ വന്നതാ ഭാഗ്യം. സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, നിരാശഭരിതനായി നെട്ടോട്ടപ്പെടുന്ന യുവാവേ, സ്നേഹിത, പ്രിയരെ, ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. യേശു ക്രിസ്തുവിനെ ഹൃദയം കൊടുക്ക്. നിനക്ക് സമാധാനം നൽകുവാൻ, നിനക്ക് രക്ഷ തരുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് അറിവ് വരുത്തുവാൻ കഴിവുള്ള നസ്രയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കർത്താവ് അടുത്ത കാലത്ത് മുളച്ചു വന്ന ദൈവമല്ല, നിത്യനായ ദൈവമാണ്. ഈ വേദവികാരത്തിന്റെ പ്രഥമ ഭാഗത്ത് സൈമൺ സാർ കൊടുത്തിരിക്കുന്ന ഒരു പദം, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് ആയതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും വീതരൂപനായി വിമലാഭനായി നിന്ന നീതിനീരെ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. അടുത്ത പദമാ, സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമകാരന്മാരിലാതവൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലെന്നോരിപ്രിയമാം നാമമോദിയതും മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകി ശദ്ധായിയും യലോകി അഠോണായി വിലോപമെന്നേ യാഹ്വേ യഹോവ യാതെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശ്വരാൽ പ്രകർഷിതമെന്നേ വേണ്ടു. അപ്പോൾ സകല ലോകങ്ങൾക്കും ആദി കാരണം ഇവൻ. ഈ ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ഈരയുടെ 14 ലോകമുണ്ടെന്നാണ്. എത്രയിലും ആയിക്കോട്ടെ, ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കണ്ടാക്കുന്നില്ല. 14, 28, 50 ആയാലും എനിക്ക് വിഷയമല്ല, സാറിനും വിഷയമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് പറയാ, എത്ര ലോകമുണ്ടെങ്കിലും കൊള്ളാം, സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും. ഭൂതം നമ്മൾ തുള്ളിച്ച് കിടന്ന ഭൂതമല്ല, പഞ്ചഭൂതത്തിന്റെ കാര്യമാണ്. നമ്മൾ ഭൂതത്തെ ഇട്ട് തുള്ളിച്ച് ഭൂതം തുള്ളി നമ്മൾ തുള്ളി അവസാനം പോകുന്നുണ്ട്, പോകുന്നില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോവാ. ആ ഭൂതമല്ല, പഞ്ചഭൂതം. അപ്പോൾ സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ, ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവൻ ദൈവം തമ്പുരാന്. അപ്പോൾ കർത്താവേ, നീ സർവ്വത്തെയും സൃഷ്ടിച്ചു. എബ്രായലേഖനത്തിൽ വായിക്കുന്ന സകലത്തിന്റെ ലാക്കം സകലത്തിന്റെ കാരണഭൂതനുമായവൻ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി അവനായിട്ട് ഉളവായി. അതുകൊണ്ട് ഇന്ന് രാത്രി സർവജ്ഞനായ സർവശക്തനായ ദൈവത്തെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഓടിച്ചു പോകട്ടെ. അപ്പോൾ രക്ഷ എന്ന വിഷയം എഴുതാനാ തുനിഞ്ഞെങ്കിലും എടുത്തു തുടങ്ങിയപ്പോൾ ദുരൂപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. അവർ കയറിയതിനെ പറ്റി കൊടുത്ത പദം നുഴഞ്ഞു വന്നെന്ന്. അതിന് പദമാ നുഴഞ്ഞ് വന്നു. ഈ നുഴഞ്ഞു വരികാണ്ട് പറഞ്ഞാൽ വരവിന്റെ ഉദ്ദേശം വേറെയാണ്. ഞാൻ ഇവിടെ നുഴഞ്ഞു വന്നതല്ല. കാരണം എന്നോട് യോഗത്തെ പറ്റി പറഞ്ഞു, പ്രാർത്ഥിച്ചു, അവർ നോട്ടീസ് അടിച്ചു, പലരോടും പരസ്യം കൊടുത്തു, എന്നെ ക്ഷണിച്ചു. ഇപ്പോൾ വന്നപ്പോൾ കർത്താവിൻ്റെ വലിയൊരു ദാസൻ 1-2 പ്രാവശ്യം പറയുകയും ക്ഷണിക്കുകയും ചെയ്തു, സമയവും തന്നു. അത് ക്ഷണിച്ചു വന്നതുകൊണ്ടാണ്, ഞാൻ നുഴഞ്ഞു വന്നതല്ല. നിങ്ങളും നുഴഞ്ഞു വന്നതല്ല. ഈ യോഗത്തെ പറ്റി അറിഞ്ഞു, നിങ്ങളോട് അറിവ് തന്നു, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയോടെ വന്നു, സന്തോഷത്തോടെ വന്നതാ. അപ്പോൾ ഞാനും നിങ്ങളും നുഴഞ്ഞു വന്നതല്ല, സന്തോഷത്തോടെ നല്ല ഉദ്ദേശത്തോടെ വന്നതാണ്. ഈ നുഴഞ്ഞു വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നതാണ്. നേരെ വരുന്നവർക്ക് പ്രശ്നമില്ല. നമ്മളെ പേപ്പർ വായിക്കുമ്പോൾ ഒരു പദം കാണുകയല്ലേ, പലസ്തീൻ സേന നുഴഞ്ഞു കയറി, പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. ഇതുപോലൊരു കയറ്റം ആ സഭയ്ക്കകത്ത് ദുരൂപദേശക്കാര് കയറിയത്. അത് ആ പദം അവിടെ വന്നേക്കുന്ന നുഴഞ്ഞു വന്നതാണ്. അപ്പൊ സഭയ്ക്കകത്ത് ദുരൂപദേശക്കാർ
നുഴഞ്ഞു കയറി. ഇപ്പോൾ പല ഉപദേശക്കാരിറങ്ങിയിട്ടുണ്ട്. ഊതി വീഴ്ത്തുന്നവര്, ഉന്തി വീഴ്ത്തുന്നവര്, തള്ളിയിടുന്നവര്, ഛർദ്ദിപ്പിക്കുന്നവര്, കുരയ്ക്കുന്നവര്, ചാടിക്കുന്നവര്, പിന്നെ തള്ളിക്കൊണ്ട് നടക്കുന്ന പുള്ളിക്കാര്, പല പല വകുപ്പുകളാണ്. സ്തോത്രം. പല വകുപ്പ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു താടിക്കാരൻ സഹോദരന്റെ തള്ളിയിടുക. പൊത്തോ എന്നാ പെണ്ണുങ്ങൾ വീഴുന്നു. യോ നിന്റെ പുറത്തോട്ടൊന്നങ്ങ്. നാളെ ഒരുത്തം ചോദിച്ചു എന്റെ ഭാര്യ മേരി എന്ത് ചെയ്യുന്നു. അപ്പൊ അവൻ പറഞ്ഞു മോളിയെ മാറ്റി വെച്ച് മേരിയെ തരാന്ന് പറഞ്ഞു. കാരണം മോളിയുടെ മണ്ടയിലോട്ട് മേരി അങ്ങ് വീണു. അപ്പൊ അവനെ എവളെ മാറ്റാതെ കൊടുക്കാൻ ഒക്കത്തില്ല. പുള്ളിക്കാരനെ എവളെയും കൊണ്ടേ പോകാനും ഒക്കുള്ളൂ, മറ്റവളെ എടുക്കാനും ഒക്കുകയല്ല. അണ്ട് പുള്ളി അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പുള്ളി ഭാഗത്താനും വെയിറ്റ് ചെയ്തു. മോളി എപ്പോഴേലും കിട്ടട്ടെന്ന് ഓർത്ത് പട്ടുപെട്ടാന്നങ്ങ് വീടുകല്ല ഒന്നിന്റെ മണ്ടയിലോട്ട്. സ്തോത്രം. അതുകൊണ്ട് അവര് വിളിക്കുമ്പോഴേ ചോദിക്കും വലിയ സ്റ്റേജ് ആണെന്നോ, കാരണം ഉരുട്ടിയിട്ടണ്ടേ സ്റ്റേജ്. പിന്നെ പാട്ടുകാരാ നൃത്തങ്ങൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവരുടെ ശിങ്കിടികളുണ്ട്. അവര് ഇങ്ങനെ ഇത് ചിലരെ കണ്ടിട്ടില്ലേ, ഇത്രയും കാണിച്ചാൽ മതി. നമ്മളിവിടെ ചങ്ക് വേദനിച്ച് വാക്യം പറയാ, യവമാര് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പടുപെട്ടാന്ന് പാസ്സാണ്. സ്തോത്രം. അപ്പൊ ഈ ദുരുപദേശക്കാർ ഒത്തിരി വന്നിട്ടുണ്ട്. ഞാൻ സമയം എന്തുവായി? 35 11 മണി വരെ യോഗ. അപ്പൊ ശ്രദ്ധിക്കുക, ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് കയറി അവര് നുഴഞ്ഞു വന്നെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അങ്ങനെ ഒരു പദമാണ് ഗലാത്യർ 2:4. വായിച്ച മോളെ, ഗലാത്യർ ലേഖനം 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. അവിടെ അങ്ങനെ നല്ല പദമാണ്, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. പിന്നെ അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സാരഥ്യത ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്തത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും. ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, ഇത് ഉപദേശമാണ്, അത് ദുരുപദേശമല്ല, ശരിയായിട്ട് ഉപദേശം. സാക്ഷി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല, നമ്പർ 1 ഉപദേശമാണ് പെന്തിക്കോസ് ഉപദേശം. ഇതിനെ വെല്ലാൻ വേറൊരൊറ്റ ഉപദേശം. ബ്രദറുകാരൊന്നും നമ്മുടെ വെട്ടത്ത് വരികയല്ലെന്ന് അവർ പറഞ്ഞ വാക്യമല്ല അറിയാം, ചുമ്മാ നമ്മൾ പിന്നെ അങ്ങ് പറഞ്ഞു അവർക്ക് വാക്യമല്ല, അവർക്ക് നമുക്കും വാക്യമൊക്കെ അറിയാം. പിന്നെ അവരുടെ ഉപദേശം ഒന്നും നമ്മളോട് കടപിടിക്കുകയല്ല. അതിനെ അന്യഭാഷ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയുന്നവരെ തവേന്ന് മുടക്കി ചെയ്യും. സാറ് പോലും പറഞ്ഞില്ല. സാറിന്റെ എഴുത്തും പാട്ടും ഒക്കെ നല്ല, പക്ഷെ അന്യഭാഷ ഒന്നും വിശ്വസിച്ചില്ല. അതിലും എല്ലാം ഗ്രഹപ്പടി പിടിച്ചു പോയത്. ആണെന്ന് ബ്രദർകാരുടെ ഉപദേശം ഒന്നും നമ്മുടെ വെട്ടത്ത് വരികയല്ലെന്ന്. പെന്തിക്കോസ് ഉപദേശമാണ് ശ്രേഷ്ഠം. സ്തോത്രം. പിന്നെ നമ്മുടെ ഇടയിലുണ്ട് TPM-കാര്, അത് നമ്മുടെ അത്രയും വരികയല്ല. ഞങ്ങൾ കോട്ടപ്പാകത്തുങ്ങൾ ഇവിടെ ഒട്ടിയൊക്കെ ഇരുന്നു. അത് ഞാൻ പിന്നെ പറയാം, വേറെ ഉണ്ട്, ബാക്കിയുണ്ട്. സ്തോത്രം, വേറെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്പർ 1 ഉപദേശം പെന്തിക്കോസ് ഉപദേശം. ബാക്കി ആരെ ഞാൻ ഇതിനകത്ത് പെടുത്തുന്നൊന്നുമില്ല. അപ്പൊ ഈ നമ്പർ 1 ഉപദേശം ശ്രേഷ്ഠതയുള്ള ഉപദേശം പെന്തിക്കോസ് ഉപദേശം. ഇതിനെ വെല്ലാൻ വേറൊരു ഉപദേശമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഇങ്ങനെയുള്ള ദുരുപദേശക്കാർക്ക് ഒരു നാഴിക പോലും മടങ്ങി കൊടുത്തില്ലെന്ന് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നപ്പോൾ ശരിയായ ഉപദേശം സ്ഥാപിക്കാനാണ് യൂദ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ശരിയായ ഉപദേശം അവര് നുഴഞ്ഞു വന്നോട് വായിച്ച പോലെ 3-4 വാക്യം. പ്രിയരെ, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അടുത്ത വാക്യം, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ദുരുപദേശക്കാർ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറിയാൽ പൗലോസ് പറഞ്ഞ ഉപദേശം അങ്ങനെയുള്ളവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുക്കരുത്. ഇതേ ഒരിക്കലായി തന്ന ഉപദേശമാണ്, ആഴ്ചയിൽ മാറ്റുന്നതല്ല. നാടൻ ഭാഷയിൽ ഒരു ഭാഷ കൊണ്ട് ഭാഷ പ്രയോഗിക്കുന്നത് അത്ര സുഖപ്രദമല്ലെങ്കിലും വിഷയകാഠിന്യം നിമിത്തം പറയുകയാണ്. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കരുത്. ഇതൊരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസ പ്രമാണമാണ്. ആഴ്ച മാറ്റുന്നതല്ല. അവിടെ അമേരിക്ക പോയിട്ട് വരുമ്പോൾ മാറ്റുന്ന ഉപദേശമല്ല. സായിപ്പിനെ കാണുമ്പോൾ ഇല്ലിക്ക പാലത്തിന്റെ പറയുന്നപ്പോൾ 2 സായിപ്പ് കാറായി പോകുന്നു, ഉടനെ ഉപദേശം മാറ്റുകയല്ല.
സ്തോത്രം. കുമരകം വരെ പോയിട്ട് വന്ന ഉപദേശം മാറ്റി അവിടെ വെച്ച് 2 തായ്പിനെ കണ്ടു. അങ്ങനെ ഒന്നും മാറ്റുന്ന ഉപദേശമല്ല, ഒരിക്കലായി പറ്റില്ല. ഇതിന് വില കൊടുത്ത പിതാക്കന്മാരുണ്ട്. സ്തോത്രം. ഇതിന് മുതല് മുടക്കിയവരുണ്ട്, ചുമല് കൊടുത്തവരുണ്ട്, വില കൊടുത്ത വിശുദ്ധന്മാരുണ്ട്. ഇത് ആഴ്ച മാറ്റുന്ന ഉപദേശമല്ല. അല്ലേ, നല്ലൊരു സഹോദരനായിരുന്നു നമ്മുടെ തിരുവല്ലക്കാരൻ അച്ചായന്, നല്ല സഹോദരനായിരുന്നു. അയ്യോ, നേരത്തെ പുള്ളി ഒരു മുണ്ടുമൊക്കെ കൊടുത്ത് അരക്കൈ ഷർട്ടുമൊക്കെ ഇട്ട് മടക്കി വെച്ചു. എന്തോ രസമാ കാണാൻ, നല്ല പറ്റത്താടി, നല്ല മനുഷ്യനാ. പുള്ളി ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ ഉപദേശം ഒന്ന് മാറ്റി, ഉറങ്ങിത്തെളിയുമ്പോൾ ഉപദേശം മാറ്റും. ഒന്നിറങ്ങി വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഇനി തീർത്ത് വെക്കണ്ട, നിവർത്തിടാൻ പറഞ്ഞു. പിന്നെ തീർത്തതെല്ലാം കൂടെ നിവർത്ത് നിൽക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അതെല്ലാം നമ്മൾ നിവർക്കുക, എന്നാൽ പിന്നെ വട്ടത്തിലങ്ങ് കഴുത്താക്കിയിടാന്ന് പറഞ്ഞു, കോളർ വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ വട്ടത്തിലാക്കിക്കോളാൻ പറഞ്ഞു. പുള്ളി പറയുമ്പോൾ കാശുള്ളതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നേ. ഉടനെ വട്ടത്തിലാക്കി, കോളർ വെട്ടി വട്ടക്കെടുത്തൊക്കെ ഇട്ടുകൊണ്ട് നടന്നപ്പോൾ പിന്നെ ഉറങ്ങി വെച്ച് പുള്ളി പറഞ്ഞു, നമുക്ക് ഏതായാലും വട്ടക്കെടുത്തുള്ള എന്നാൽ പിന്നെ ഇച്ചിരി ഇറക്കം വെക്കാമെന്ന് പറഞ്ഞു. ഉടനെ എല്ലാം കൂടെ ഇറക്കം വെച്ചുകൊണ്ട് തിരുവല്ല വഴി ഇങ്ങനെ നടക്കുന്ന കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഉറങ്ങി തെളിഞ്ഞ വായിക്കോട്ടയും കൂടെ വിട്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഏതായാലും ഇറക്കം വെക്കാം, എന്നാൽ പിന്നെ ഇച്ചിരി കൂടെ അങ്ങ് ഇറക്കാം. അപ്പോൾ ഇറക്കത്തിന് ഇച്ചിരിയോടെ നീളമായി, ഈ ബാക്കി ഇച്ചിരി നീളമാണ് കൂടി. ഇറക്കം അങ്ങ് കണ്ടമാനമാക്കിയപ്പോൾ പുള്ളി വേറൊരു ദിവസം പറഞ്ഞു, ഏതായാലും ഇറക്കം വെക്കാം, എന്നാൽ പിന്നെ ഒന്നാക്കാന്ന് പറഞ്ഞ് അകത്ത് അങ്ങ് കളഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മുടെ പൊതുവിലുള്ളത് നീളത്തിൽ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നന്നായിട്ട് അങ്ങ് ഇറങ്ങി കിടന്നോട്ടെ, ഇടുന്നങ്ങോട്ട് അങ്ങ് ഇറക്കി പുള്ളി പറഞ്ഞു, ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒരു അസ്വസ്ഥത, ഇടയ്ക്ക് ഒരു കെട്ടുകൂടിട്ടേക്കാൻ പറഞ്ഞു. പിന്നെ ചരടാന്ന് വന്നതാണ്ട് മേടിച്ച് ഇടയ്ക്ക് ഒരു കെട്ട് വരും. സ്തോത്രം. പുള്ളിയുടെ കാര്യം തന്നെ പുള്ളിക്കൊരു ഡൗട്ടാവും. കെട്ട് ഇന്നാൾ പാവത്താൻ ഒരു വടിയെല്ലാം പിടിച്ചൊരു കുരിശുമൊക്കെ തൂക്കി പാവത്താൻ ഇരിക്കുന്ന ഇങ്ങനെ അങ്ങ് ഗ്രഹപ്പഴ പിടിക്കാവോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അങ്ങനെ അങ്ങായിപ്പോയി. നമുക്ക് കുറ്റമൊന്നും പറഞ്ഞില്ല, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം സഹായിക്കും. സ്തോത്രം. ഇത് കാശും കുത്തനും ഒന്നുമില്ലെങ്കിലും ഉപദേശത്തിന് വേണ്ടി നിൽക്കണം. ഇതൊരിക്കലായി പരമേൽപ്പിച്ച ഉപദേശം. പൗലോസ് പറഞ്ഞ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പത്യവചനവും പത്തിക്കൊത്ത ഉപദേശം. ഇത് വണ്ടി മേടിക്കാനും വസ്തു മേടിക്കാനും വീട് വെക്കാനും ഒന്നുമുള്ള ഉപദേശമല്ല, ഇത് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഉപദേശമാണ്. ഇപ്പൊ ചില വലിയ പ്രവാചകന്മാരുണ്ട്, കാശുള്ളവരോട് മാത്രമേ ദൂതുള്ളൂ, കാശില്ലാത്തവരോട് ആരോടും. അച്ചായന്മാരെ കാണും പറയാമല്ലോ, കനമുള്ള അച്ചായന്മാരും ഉടനെ തലയൊക്കെ വെച്ച് മകനി ചില പ്രൊജക്റ്റുകൾ ചാന കാണുമ്പോൾ അറിയാം കുറച്ച് പ്രോജക്റ്റുമായിട്ടാ പുള്ളി. ചില പ്രൊജക്റ്റ് എന്നാ റബ്ബർ വെട്ടുന്ന തങ്കച്ചനോട് എന്നാ പ്രോജക്റ്റ് ഒന്നും പറയാതെ, തങ്കച്ചനോട് എന്നാ പ്രോജക്റ്റ് പറയാനാ? ഓടി വന്നാൽ 10 മരവും കൂടെ കൂടുതൽ കിട്ടും നിനക്ക്, അതാണ് നിന്റെ പ്രോജക്റ്റ്. മറ്റേ തോക്കുകൾ കിടക്കില്ല, അതൊക്കെ അവർക്കറിയാം. അവരെ നല്ല കൊള്ളിച്ചങ്ങോട്ട്. എന്നോടൊരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, അനീഷ് ഇങ്ങനൊന്നും പ്രസംഗിക്കരുത്, ഇങ്ങനെ പ്രസംഗിച്ചാൽ പ്രോഗ്രാമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രോഗ്രാം വേണ്ട, പിന്നെ ശുശ്രൂഷ മതി. പ്രോഗ്രാം ഒന്നും വേണ്ട, എനിക്ക് ശുശ്രൂഷ മതി. പിന്നെ അതിലെന്നോട് പറഞ്ഞു, വചനമൊക്കെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എന്നാ ഒന്നും അറിയത്തില്ല. എന്നാലും അനീഷിന് വാക്യമൊക്കെ തിട്ടമ. അപ്പം കുറച്ചുകൂടെ മെത്തേഡ് മാറ്റുകയാണെങ്കിൽ. അവൻ പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് ചെന്നു, ഒറ്റ ദൂതും ഒരു ഇളക്കി ഒരമ്മാമ 8 ലക്ഷത്തിന്റെ വണ്ടി എനിക്ക് തന്നു. ഞാൻ പറഞ്ഞടാ ദോഷി, ഞാൻ 25 കൊല്ലമായി പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് വരെ ഒരമ്മാമ എനിക്കൊരു വണ്ടി തന്നിട്ടില്ല. അമ്മാമ ഇല്ലായിട്ടാണോ വണ്ടി ഇല്ലായിട്ടാണോ? 25 കൊല്ലം കണ്ടെന്ന് വേണ്ട അമ്മാമ്മമാരെ കണ്ടിരിക്കും. ലോകത്തിന് എന്തും വേണ്ട വണ്ടി കണ്ടു. ഇന്ന് വരെ ഒരമ്മാമ എനിക്കൊരു വണ്ടി തന്നിട്ടില്ല, ഒരു സൈക്കിള് പോലും. എന്റെ പ്രസംഗം കേട്ടപ്പോൾ വന്ന അമ്മാമ്മമാര് പലരും ഞാൻ ചെന്ന വണ്ടിയുടെ ടയറിന്റെ കാറ്റൂരാനാ നോക്കിയേക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ഒരു വണ്ടി തന്നിട്ടില്ല, സൈക്കിള് പോലും തന്നിട്ടില്ല. നീ കാജുവെല്ലാം മേടിച്ച് അമ്മമ്മയെ കളിപ്പിച്ച് അച്ഛനെ കളിപ്പിച്ച് കാജുവെല്ലാം മേടിച്ച് അമ്മാമ്മയെ നീയും അച്ഛനും കൂടെ നരകത്തിൽ പോകാണ്ടിരിക്കുക. ഞാൻ പറയുന്നത് കാജൊന്നും വേണ്ട, നമുക്കെല്ലാം തുറക്കത്തിൽ പോകണം. സ്തോത്രം. നിത്യതയിൽ കാണണം, ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി. നട്ടും തിന്നും കൂടി ഒന്നും അറിയാതെ പാത്തിടുന്നു പാരിൽ. നട്ടും തിന്നും കൂടി ഒന്നും അറിയാതെ പാർത്തിടുന്നു പാരിൽ. കാലമില്ലേ യേശു വരാൻ കാലമായി. കാലമില്ലേ യേശു വരാൻ കാലമായി. സ്തോത്രം. ലോത്തിൻ കാലത്തെന്നതുപോൽ ലോകിൻ കാലം പോലെ യേശു വരാറായി. ലോത്തിൻ കാലത്തെന്നതുപോൽ ലോകിൻ കാലം പോലെ യേശു വരാറായി. അപ്പോൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ വരവിൽ കൈവിടപ്പെടാതെ എടുത്തുകൊള്ളപ്പെടണം.
അതാ എന്റെ ആഗ്രഹം. അതെ, അപ്പോൾ ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം കൊടുത്തു. അതിനാണ് യൂദ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഞാൻ സമയത്തിന്റെ ഭയക്കുന്നത് കൊണ്ട് മുൻപോട്ട് ഓടിച്ചു പോകാം. ഈ ലേഖനം ഈടുത്ത ലേഖനമാണ്. ഇനി വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ ലേഖനം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ 25-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. 25-ാം വാക്യം. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനും തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ഇതുകൊണ്ട് തന്നപ്പോ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. നിർത്താൻ പറഞ്ഞതാണോ അതോ എന്താ പറഞ്ഞത്? അപ്പൊ അത് വായിച്ചു തന്നെ എന്നോട് പറഞ്ഞത് 9 മണിയാകുമ്പോൾ യോഗം നിർത്തണമെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പം അവർക്ക് സന്തോഷം തോന്നി വെച്ച് പറഞ്ഞു 9:30 വരെ എടുത്തോളാം. അതാ വേറൊന്നുമല്ല, അവർ ഗുണം ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയല്ല, അങ്ങ് കാര്യങ്ങളെല്ലാം ക്ലിയറായി പോയി. 9:30 ആകുമ്പോൾ ആശീർവാദം പറയും, എല്ലാവരും വിട്ടേക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം കൊടുക്കുക. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ പുസ്തകം, യൂദയുടെ പുസ്തകം കൊടുത്തിരിക്കുന്നത്. എന്താ വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം? ഒറ്റവാക്യം പറയാം, വിസ്തരിച്ച് പറയാൻ നേരമില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ യൂദയുടെ പുസ്തകം കൊണ്ട് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനം. മറ്റ് ലേഖനത്തിലെല്ലാം നിത്യതയെ പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പരാമർശങ്ങൾ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. അതാ ഒടുവിലത്തെ വാക്യം. ഒന്നുകൂടെ വായിച്ചേ മോളെ, ഒടുവിലത്തെ വാക്യം. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനും തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. അപ്പൊ സർവകാലത്തിനും മുമ്പും സദാകാലത്തോളം ഇതിന് മൂലാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് നിത്യത എന്ന പദമാണ്. അപ്പൊ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊണ്ട് കൊടുക്കാനുള്ളതിന്റെ ഒരു കാരണം, നിത്യത എന്ന പദമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ആ നിത്യത എന്താണെന്ന് കുറച്ചെങ്കിലും കൊടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. 21, 22 അധ്യായത്തിൽ നിത്യതയുടെ വിശേഷത അവിടെ വിസ്തരിച്ചിട്ടിരിക്കുക. കർത്താവിന് മകന്ന യൂദയുടെ ലേഖനത്തിൽ പദമേ ഉള്ളൂ നിത്യത. അതെന്താണെന്ന് കൊടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. നിത്യതയെ പറ്റി പഠിക്കുമ്പോൾ അതിൽ ഒരു പ്രയോഗം, ഒരു പദം പറയാം. അപ്പൊ ഞാനൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, നമ്മൾ നിത്യതയിൽ ചെല്ലുമോ? പിന്നെ അപ്പം ഇപ്പോഴാരും നിത്യതയിൽ ചെന്നിട്ടില്ല. ചിലരൊക്കെ മരിച്ചു കഴിയുമ്പോൾ പറയുമല്ലോ, ചാക്കോച്ചൻ നിത്യതയിൽ. എഴുതിയ പുള്ളിക്കും അറിയാൻ മേല, ചാക്കോച്ചനും അറിയാൻ മേല. ഇപ്പോഴാരും നിത്യതയിൽ പോയിട്ടില്ല, ഇപ്പോഴൊന്നും അല്ല പോകുന്നത്. നിത്യതയിൽ ഇനി പ്രവേശിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ കർത്താവിൽ മറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ആൾക്കാരൊക്കെ വേർപെടുമ്പോൾ മഹത്വത്തിൽ പ്രവേശിച്ചു, അത് നല്ല പദമാണ്. അല്ലെങ്കിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു, അത് നല്ല പദമാണ്. നിത്യത എന്നുള്ളത് അത്ര ഉപദേശപരമായിട്ട് ഒരു പെശകുണ്ട്. അപ്പോൾ നിത്യതയിൽ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിക്കും. അപ്പോൾ നിത്യത എന്താണെന്ന് കുറെയെങ്കിലും കൊടുത്തിരിക്കുന്നത് വെളിപ്പാടിലാണ്. നിത്യതയുടെ ഒരു പ്രത്യേകത, നിത്യതയിലെല്ലാം പുത്തന, മുഴുവൻ പുതിയതാ. സകലതും മുഴുവൻ പുതിയതാ. അപ്പൊ ഉദാഹരണം, എന്നോടൊരുത്തൻ ചോദിച്ചു, നമ്മൾ നിത്യതയെ കയറുമല്ലോ. ഞാൻ പറഞ്ഞു കയറും. അപ്പൊ നിത്യതയിലാണോ നമ്മൾ? പിന്നെ ഞാൻ പറഞ്ഞു നിത്യകാലം മുഴുവൻ നമ്മൾ നിത്യകാലം മുഴുവൻ പുത്തൻ പുതുഭൂവിൽ സത്യമണ്ണവാളൻ തന്റെ കഥയാ ഉള്ളമുയരുന്നേ ഉള്ളങ്കാൽ പൊക്കുന്നേ അല്ലുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ ഓടി പോകും നേരത്തോ ഉഷസിൽ വരുമോ. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ ഓടി പോകും നേരത്തോ ഉഷസിൽ വരുമോ. ഉള്ളമുയരുന്നേ ഉള്ളങ്കാൽ പൊക്കുന്നേ അല്ലുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ. അപ്പോ നിത്യത മുഴുവൻ നമ്മൾ വാഴും കർത്താവിനോട് കൂടെ. അപ്പൊ എന്നോട് അദ്ദേഹം ചോദിച്ചു, നിത്യതയിൽ നമുക്ക് മടുപ്പുണ്ടാകുമെന്ന്. ഞാൻ ചോദിച്ചു, അതിന് മടുപ്പ്? അവിടെ മടുപ്പൊന്നും ഉണ്ടാകില്ല. അതിന് നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയോ, അപ്പൊ നമുക്ക് മടുപ്പ്? സ്തോത്രം, അവിടെ ഒന്നും മടുപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതിന് നിത്യതയിലെല്ലാം പുതിയതാ. ഉദാഹരണം, ഈ നിത്യതയിലെ ഞാൻ അവിടെ നിത്യതയിൽ ചെന്ന് നിൽക്കുമ്പോൾ, ഉദാഹരണത്തിനാ ഇപ്പൊ ഈ വേറെ പുസ്തകം അവിടെ നിത്യതയിൽ ഇരിക്കുക,
ഞാൻ ആ പുസ്തകത്തെ നോക്കിയപ്പോൾ അത് പുതിയതായി. അത് കഴിഞ്ഞ് ഞാൻ ഈ സ്റ്റാൻഡ് നിത്യത സ്റ്റാൻഡ് ഉണ്ടോന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്, ഉദാഹരണമാണ്. അപ്പം ഈ സ്റ്റാൻഡിലോട്ട് നോക്കിയപ്പോൾ അത് പിന്നെയും പുതിയതാകും. എന്നുവെച്ചാൽ ഞാൻ പുസ്തകം നോക്കിയപ്പം അത് പിന്നെയും പുതിയതാകും. ഞാൻ പിന്നെ ഇങ്ങോട്ട് നോക്കി അത് പിന്നെയും പുതിയ നോക്കുമ്പോൾ പുതിയതാ. അതുകൊണ്ട് മടുപ്പുണ്ടാകത്തില്ല. ഒരു സ്തോത്രം പറ. പോവുകയല്ലോ, എന്നെ പിന്നെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിത്യതയുടെ പ്രത്യേകത നോക്കുന്നതെല്ലാം പുതിയതാണ്. കർത്താവിന്റെ മഹത്വം നിത്യതയിൽ അങ്ങനെ. അതെ, അപ്പോൾ ഈ നിത്യത എന്ന പദം പറഞ്ഞ് അവസാനിപ്പിച്ചത് യൂദയുടെ ലേഖനം. അത് എന്താണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വിസ്തരിച്ചു. അതുകൊണ്ട് ആ വെളിപ്പാടിന്റെ പുറകിൽ ഈ പുസ്തകം കൊണ്ട് കൊടുത്തത് ഓടിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ യൂദായുടെ ലേഖനം 14-15 വാക്യം വന്നിട്ട് വായിച്ചത് വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. അതുകൊണ്ട് വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. 14 വാക്യം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. നിങ്ങൾ ഏത് മണ്ഡലം എടുത്ത് പരിശോധിച്ച് ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാ. നമ്മുടെ കർത്താവ് തെളിവിന് വാക്യം തന്നിട്ടുണ്ട്. ഈ അനീതിയുള്ള മാമോനെ സേവിക്കുന്ന കാര്യം പറഞ്ഞു വന്ന് പറയാ, ഈ വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ. അപ്പോൾ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാ. വിസ്തരിക്കാൻ നേരമില്ല. ഒരു തെളിവ് തരാ. ഗുണപ്പെട്ട ഏഴാമൻ ഹാനോക്ക്, ഗുണപ്പെടാത്ത ഏഴാമൻ ലാമേക്ക്. ഗുണപ്പെടാത്തവനാ കഴിവ്. അതിനടുത്ത വാക്യം ഗുണപ്പെട്ടു. ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത വാക്യം വായിച്ചേ മോളെ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. പണ്ട് ഞാനൊരു യോഗത്തിന് പ്രസംഗിച്ചപ്പോൾ ഒരുത്തൻ ചോദിച്ചു, എടുത്തോ? അവന്റെ ബുദ്ധി പോയത്. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. അപ്പൊ അവൻ ചോദിച്ചു, എടുത്തോ? ഞാൻ പറഞ്ഞടാ, എടുത്തെന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിനും കൂടെ എടുത്തെന്നല്ല, 2 ഭാര്യമാരുണ്ട് പുള്ളിക്കുണ്ടായിരുന്നു. അപ്പൊ ഒരു ചിന്തയും കൂടെ പറയാം. ഗുണപ്പെട്ട ഹാനോക്കിന് 1 ഭാര്യ, ഗുണപ്പെടാത്ത ലാമേക്കിന് ഭയങ്കര കഴിവല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവന്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രതിപാദ്യ പുരുഷൻ ഏഴാമൻ ഹാനോക്ക്. ഹാനോക്കിനെ പറ്റി യൂദാ പറഞ്ഞൊരു പണം വേഗത്തിലങ്ങ് നിർത്താം. യൂദായുടെ ലേഖനത്തിൽ വായിക്കുക. ഈ ഗുണപ്പെടാത്ത ലാമേക്കിന് 3-4 പിള്ളേരുണ്ടായി. യാബാല്, യൂബാല്, തൂബൽ കയ്യിൽ പെങ്ങള് നയമ, ഭയങ്കര കഴിവ. ഒരുത്തരാണ് കൂടാരവാസികൾക്ക് അതോടൊന്ന് വായിച്ചു തരുമ്പോൾ ഏതായാലും ഇത് വായിച്ചോ. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദായി എന്നും മറ്റവർക്ക് സില്ല എന്നും പേര്. ആദായും സില്ലയും. പിന്നെ ഗുണപ്പെടാത്തവന്റെ പിള്ളേരാ, അതിലും കഴിവാ. യാബാലിനെ പ്രസവിച്ചു. കൂടാരവാസികൾക്കും അയ്യോ, അവൻ ടെന്റ് അടിച്ച പരിപാടി നടത്തുന്നത്. ഗുണപ്പെട്ട ഹാനോക്ക് ടെന്റ് ഒന്നുമില്ല, പാവത്താന കാച്ചും ടെന്റും ഒന്നുമില്ല. പുള്ളിയുടെ കുമ്പനാട്ടിൽ നിന്ന് മേടിച്ചൊരു പഴയ തമ്പാറുണ്ട്. തമ്പേർ കമത്തിട്ട് ചടിക്കും. വെള്ളിയാഴ്ച പ്രാർത്ഥന, ഞായറാഴ്ച തമ്പേർ കമത്തിട്ട് മിന്നുക. ടെന്റ് അടിച്ച് ടെന്റ് മേക്കർ. അതാ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. അവന്റെ ബ്രദർ യൂബാൽ, അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. അവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും പിതാവ്. അവന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നന്നായി കൈകാര്യം ചെയ്യും. ഗുണപ്പെടാത്തവനാന്ന് ഓർത്തോണം. ഗുണപ്പെട്ടവരിത് കൈകാര്യം ചെയ്യട്ടെ. ഗുണപ്പെടാത്തവനെ ഒന്ന് സ്റ്റേജേ കയറ്റരുത്. സ്തോത്രം. ചില പാട്ട് ഇവര് പിന്നെ ഇതുങ്ങൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ചിലതൊക്കെ കാണണം വന്ന് കയറുന്നത് ഇല്ല. മൂത്ത മുട്ടനാടിനെ പോലും ഇതെല്ലാം വെച്ചു ഇവിടെ ഇച്ചിരി വെച്ച് അവനെ പറഞ്ഞേ ശക്തിപ്പെട്ടാട്ടെ. ഒരിക്കൽ കൂടി നല്ല കല്ലമുള എടുത്ത് നല്ല പെരുക്കണേ. മര്യാദരിക്കുന്ന വല്യപ്പനോട് പറയാ, ശക്തിപ്പെട്ടാട്ടെ. കറുത്ത ടീഷർട്ടും പാൻറ്റൊക്കെ കാണുന്ന പാട്ടുകാരുടെ ചിലരുടെ ഒരു 10 ജീൻസ് അത് ഇറുകി പറ്റിയത്, 10-15 പോക്കറ്റ്, മാലും മള്ളി. എന്നുവെച്ചാൽ അവൻ കത്രിക പൂട്ടിട്ടാ നിൽക്കുന്നേ. ശക്തിയോടെ ഗുണപ്പെടാത്ത ഒറ്റ ഒരുത്തം കയറിയേക്കരുത്. ഇത് വിശുദ്ധന്മാരിരിക്കേണ്ട സ്ഥലം. സ്തോത്രം. വേണേ സ്തോത്രം പറ. എനിക്ക് തന്നെ ഞാൻ എല്ലാവരും കൂടെ എന്നാ കോൺട്രാക്ട് എടുത്തേക്കാന്ന് സ്തോത്രം പറയിപ്പിക്കാണ്. ദൈവത്തിന് മഹത്വം. നമ്മള് മഹത്വം കൊടുത്താല് സ്തോത്രം പറഞ്ഞില്ലേലും ദൈവം തന്നെ. ദൈവത്തിന് ഒരു കുഴപ്പവും വരികയില്ല. ദൈവം തന്നെ. നീ സ്തോത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തോ ചെയ്താലും ദൈവം തന്നെ. ദൈവത്തിന് മാറ്റമില്ല. ദൈവം നിത്യനാണ്. ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ദൈവത്തിനില്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഗുണപ്പെടാത്തവന്റെ തലമുറയെല്ലാം ഭയങ്കര കഴിവ്. ഗുണപ്പെട്ട ഏഴാമൻ ഹാനോക്ക് ഓടിച്ച് അവസാനിപ്പിക്കും. 9 ആയോ? ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 9:05 ആയതേ ഉള്ളൂ. വാച്ച് ഞാൻ പിന്നെ ചോദിക്കും. അപ്പൊ ഗുണപ്പെട്ടവനെ ചിലര് വാച്ചയിലൊക്കെ നോക്കുന്നു. കുഞ്ഞാ എന്തിനാ വാച്ച നോക്കിയ? 9 കഴിഞ്ഞേ പോകാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. ഗുണപ്പെട്ട ഏഴാമൻ ഹാനോക്ക്, ഗുണപ്പെടാത്ത ഏഴാമൻ ലാമേക്ക്. ഹാനോക്കിനേക്കാൾ കഴിവ് ലാമേക്കിന്. പോട്ടെ. ഈ ഹാനോക്കിനെ പറ്റി യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞത് ഒന്നുകൂടെ വായിച്ചേ മോളെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും
ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ശ്രദ്ധിക്കുക, ഹാനോക്ക് പ്രവചിച്ചു എന്നാ യൂദാ പറഞ്ഞിരിക്കുന്നത്. എന്താ ഹാനോക്ക് പ്രവചിച്ചത്? വേദപുസ്തകം മൊത്തം പഠിച്ചാൽ ഹാനോക്ക് പ്രവചിച്ചതായിട്ടൊരു രേഖയൊന്നുമില്ല. ഹാനോക്കിനെ പറ്റി ആകെ കൂടെ ഉള്ളത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ 21-ാം വാക്യം ചെറിയ കണ്ണികയാ. വായിച്ചേ മോളെ, 5:21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മഥൂശാലേഖനെ ജനിപ്പിച്ചു. മഥൂശാലേഖനെ ജനിപ്പിച്ച ശേഷം 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും അങ്ങനെ ദൈവത്തോട് കൂടെ നടന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം നയിച്ചെന്ന്. കുടുംബജീവിതം നയിക്കുമ്പോ തന്നെ ദൈവത്തോട് കൂടെ നടക്കുക. അങ്ങനെയാണ് TPM-കാരുടെ ഉപദേശം ദുരുപദേശം. അഭിനല്ലാതെ വേണ തോത്രം പറഞ്ഞു നിങ്ങൾക്ക് എന്നാ TPM ഉപദേശം സ്ഥാപിക്കും. 300 കൊല്ലമാ ദൈവത്തിന്റെ കൂടെ നടന്ന്. 300 കൊല്ലം നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും നാടൻ ഭാഷ പച്ചയ്ക്ക് പച്ചയെ പറഞ്ഞാൽ കുടുംബജീവിതം നയിച്ചപ്പോൾ തന്നെ ദൈവത്തോട് കൂടെ നടക്കുക. അപ്പോൾ ആത്മീക ശുശ്രൂഷയ്ക്കും കുടുംബജീവിതത്തിനും ആത്മീക ശുശ്രൂഷയ്ക്കും കൃപാവരങ്ങൾക്കും ദൈവത്തോടു കൂടെ നടക്കുന്നതിനും കുടുംബജീവിത തടസ്സമല്ല, അത് ദുരുപദേശമാണ്. കുടുംബം ദൈവം വെച്ച വ്യവസ്ഥയാണ്. കുടുംബജീവിതം നയിക്കണം, അത് ദൈവത്തിന്റെ വ്യവസ്ഥയപ്പെട്ട കാര്യമാണ്. അന്നേരം ആ വിവാഹം വിലക്കി വെച്ച് പമ്മിയിരിക്കുക. അപ്പൊ ഞാൻ ഇന്നാൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, പുള്ളി വേല വിട്ട് പോയതാണെന്ന്. ഞാൻ പറഞ്ഞു, വേല കയറിയതാ, വേലയൊന്നും വിട്ട് നമ്മൾ വേല വിട്ട് പോകുന്നത്. വേല വിട്ട് പോയ ഞങ്ങളുടെ വാപ്പച്ചൻ അവിടെ ഉണ്ട്. വേലയെല്ലാം വിട്ട് പോയ ഡ്രൈവർ വാപ്പച്ചനും അമ്മണി, അത് ഞാനിപ്പോ പറയുന്നില്ല. പൊതുവിൽ ഒന്നും വേല വിട്ടതല്ല, ഇപ്പോഴും വേല തന്നെ. അങ്ങോട്ടൊന്നും നമ്മുടെ പാപ്പച്ചൻ ദുരുപദേശമാണ്. ഹാനോക്ക് 300 കൊല്ലം ദൈവത്തിന്റെ കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം, കുടുംബജീവിതം ആത്മീയത്തിന് തടസ്സമല്ല, ഒരു തടസ്സവുമല്ല, ദൈവം വെച്ച വ്യവസ്ഥയാണ്. അപ്പൊ ഹാനോക്കിനെ പറ്റി അവിടെ വായിക്കുന്നത് 300 കൊല്ലം ദൈവത്തോട് കിടന്നത്. വായിരുമാണേ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അടുത്തത് ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അപ്പോൾ ഹാനോക്ക് പ്രവചിച്ചു എന്നാണ് യൂദാ പറഞ്ഞേക്കുന്നത്. ഹാനോക്ക് പ്രവചിച്ചതായിട്ട് ഉൽപ്പത്തിയില്ല. പിന്നെ ചരിത്രം, ഹാനോക്ക് പ്രവചിച്ചു. ചരിത്രം പറയുന്നത് 2 പ്രവചനം നടത്തി. അതെന്തുവാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രവചനം വർത്തമാനകാല പ്രവചനം, രണ്ടാമത്തെ പ്രവചനം ഭാവി പ്രവചനം. എന്തുവാ വർത്തമാനകാല പ്രവചനം? 65 വയസ്സായപ്പോൾ ഹാനോക്കിന് ഒരു മകൻ ജനിച്ചു, മഥൂശാലേഖ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം, അവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും. ചരിത്രം. മഥൂശാലേഖ് ജനിച്ചപ്പോൾ ഹാനോക്ക് ഒരു വെളിപ്പാട് കണ്ടു. നമ്മൾ കാണുന്ന വെളിപ്പാടൊന്നും അല്ലേ. നമ്മൾ കാണുന്ന പാമ്പ് ഇങ്ങനെ തറ കൂട്ടിരിക്കുന്നു, പരുന്ത് വട്ടമിട്ട് പറക്കുന്നു, വെട്ടുപോത്ത് ഗേറ്റിൽ വന്ന് മുക്കറായിടുന്നു, കൊമ്പനാന പാമ്പാടി രാജൻ കുത്താനിട്ട് ഓടിക്കുന്നു. ഓടിയിടവഴി കയറി കണ്ണു തെളിച്ചപ്പോ ഒരു മന്ത വെള്ളവും കുടിച്ച് വെപ്രാളമായി പോയി. നമ്മൾ കാണുന്നല്ല നാശം കണ്ടുവച്ചിരിക്കുക. ഹാനോക്ക് കണ്ട വെളിപ്പാട്, തൻ്റെ മകൻ 65 വയസ്സിൽ ജനിച്ച മഥൂശാലേഖന് പേരിട്ടു. മഥൂശാലേഖ വാക്കിന്റെ അർത്ഥം ഇവന്റെ കാലത്തിനു ശേഷം അത് സംഭവിക്കും. അർത്ഥം, മഥൂശാലേഖ ജനിച്ചപ്പോൾ ഹാനോക്ക് ഒരു ദർശനം കണ്ടു. ദർശനം മറ്റൊന്നുമല്ല, തന്റെ മകന്റെ കാലത്ത് വരാൻ പോകുന്ന മഹാജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഭീകരമായ രൂക്ഷമായ ജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. വലിയ ജലപ്രളയം വരുന്നു. ആ വെള്ളപ്പൊക്കം കണ്ടേച്ചാണ് കുഞ്ഞിന് പേരിട്ടത് മഥൂശാലേഖ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷം വെള്ളപ്പൊക്കം നടക്കും.
ചരിത്രമെടുത്ത് വിസ്തരിച്ച് പറയേണ്ടതാ, നേരമില്ല. എന്തിനേറെ അതുപോലെ തന്നെ സംഭവിച്ചത്. മധൂശാലേഖന് ഹാനോക്കിന് 65 വയസ്സായപ്പോഴും മധൂശാലേക്ക് ജനിച്ചു. പിന്നെ 300 കൊല്ലം. അങ്ങനെ മധൂശാലേക്ക് ചരിത്രം മരിച്ചു കഴിഞ്ഞതിന്റെ പിറ്റേന്ന് വെള്ളപ്പൊക്കം ഉണ്ടായെന്ന വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്തിടക്കാൻ നേരമില്ലാത്തതുകൊണ്ടാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് വർത്തമാനകാല പ്രവചനം, അത് അവൻ വെള്ളപ്പൊക്കം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഇന്ന് രാത്രി നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം. നോഹ പകലെല്ലാം പ്രസംഗിക്കും, പെട്ടകത്തെ പറ്റിയാ പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിന്റെ കണ്ടൻസ് ഇത്രേ ഉള്ളൂ. വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ഇവിടെ ഒരു പെട്ടകം പടയുന്നു, വന്ന് രക്ഷപ്പെട്ടാൽ റെഡി. പെട്ടകത്തിന് 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഏകമാം വാതായന, ഒറ്റ വാതിലുള്ള പെട്ടകത്തിന്. ആ പെട്ടകത്തിനകത്തോട്ട് കയറിക്കോണം. ഇതാണ് പകൽ പ്രസംഗം. രാത്രി പണി ഇത് തന്നെ. പ്രസംഗിക്കുന്നത് തന്നെ രാത്രി പോയി പണിയുന്നത്. ഇന്ന് പ്രസംഗിക്കുന്നൊന്നും അല്ലല്ലോ. യേശു ക്രിസ്തു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്. അതായ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്, അവൻ പാപം കൂടാതെ രണ്ടാമനും പ്രത്യക്ഷപ്പെടും. 28-ാം വാക്യം എബ്രായർ 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അപ്പൊ രണ്ടാമതും പ്രത്യക്ഷപ്പെടും എന്നുള്ള പ്രയോഗം വന്നപ്പോൾ ഓർക്കണം, ആദ്യം ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴാ കന്യാസൂനുമായിട്ട് അവതരിച്ചത്. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടും. ദൂത് പറഞ്ഞു പോയി. ഔവണ്ണം മറിയ ഗർഭവതിയായി, പ്രസവകാലം തികഞ്ഞു, ക്രിസ്തുവിനെ പ്രസവിച്ചു. ആദ്യജാതന് എന്നുള്ള പദം വന്നപ്പോൾ വേറെയും ജാതന്മാരെ അമ്മ പ്രസവിച്ചു. അപ്പോൾ ആദ്യജാതനെ പ്രസവിച്ചു. ആട്ടടയന്മാര് കണ്ടു വന്ന് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. വിദ്വാൻമാരും ഔവണ്ണം അവനെ നമസ്കരിച്ചു. പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ചവെച്ചു. ഈ അടുത്ത കാലത്ത് ഒരു വലിയ പണ്ഡിത ശിരോമണി, പുള്ളിക്ക് വലിയ ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്. പുള്ളി പറഞ്ഞു, പൊന്നെ മൂരെ കുന്തിരിക്കം. അതുകൊണ്ട് കാഴ്ചവെച്ചതിന്റെ മർമ്മം, പൊന്ന് കൊണ്ട് കാഴ്ചവെച്ചത്. യൗസേപ്പ് പിതാവ് തടിപ്പണിയൊക്കെ ആയിരുന്നില്ല, പരുവക്കേടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് പ്രസവകം കഴിഞ്ഞപ്പോൾ, അമ്മയുടെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ ചെലവുണ്ടായിരുന്നു, കാശ് വേണമായിരുന്നു. അതിന് ദൈവം തമ്പുരാൻ ഒപ്പിച്ച് വിശ്വാസം പഠിപ്പിച്ചതാണ്. അതിന് പൊന്നു കൊണ്ട് പണയം വെക്കുകയോ വിൽക്കുകയോ എഴുതിച്ച് കാര്യമൊക്കെ ഔസേപ്പച്ച നടത്തട്ടെ നോർത്തുകൊണ്ട് ആ പൊന്നു ദൈവം തമ്പുരാൻ കൊണ്ട് അവരെ കൊണ്ട് കൊടുപ്പിച്ചത്. പിന്നെ മൂരെന്തിനാന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് പ്രസവമൊക്കെ കഴിഞ്ഞ് രക്ഷ ചെയ്യണം. നമ്മൾ ലേഖുവരിഷ്ടം കൊടുക്കുന്നത് പോലെ അതിനാണ് മൂര് കൊണ്ട് കൊടുത്തത്. പിന്നെ കുന്തിരിക്കം കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ കന്നുകാലിക്കൂട്ട് കിടക്കുന്നുണ്ട്, കൊതുകിന്റെ ശല്യം കണ്ടാന ഉണ്ണീശോയെ കൊതുക് കുത്തി ഊപ്പാട് വരുത്തി. അതുകൊണ്ട് ദൈവം കുന്തിരിക്കം കൊണ്ട് നേരമില്ല ഒന്നും പറയാം. പൊന്നും മൂരും കുന്തിരിക്കം കൊണ്ട് കാഴ്ചവെച്ച് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. അമ്മ അടുത്ത് കിടപ്പേ പൊന്നൂര കുന്തിരിക്ക കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവനി എന്ന ധന്യർ സന്നിധാ നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അതിനായർ കൂട്ടമായി കിടന്ന യേശുദേവാ, അതിനായ കൂട്ടമായി വന്ന നേരം കീർത്തിശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, കൃതമാകിടപ്പൻ കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പോൾ വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? ഒരു പുണ്യാളനെ ആരാധിക്കരുത്, ഒരു മറിയമ്മനെ വണങ്ങരുത്, ഒരു ദൈവങ്ങളെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇതേ പറയുന്നതിന് പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. പണ്ടൊക്കെ ആയിരുന്നു പടലിക്ക് പിടിച്ചേക്കുന്നത്. ഇനി വാ ഞെക്കാ നീ. പിള്ളേര് നിന്നെ തത്തിച്ചോണ്ട് നടക്കും. ഞാനൊന്നും ചെയ്യത്തില്ല, ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. പണ്ട് കളിച്ചോ പെന്തിക്കോസുകാരായിട്ട് കളിപ്പിച്ച പോലെ ഒന്നും കളിപ്പിച്ച പിള്ളേരുണ്ട് ഇവിടെ. എന്താ പേടി? ഭാവിച്ച കാര്യം തീർത്ത് പറയണം. ഇതുവരെ നമ്മൾ പമ്മി നിന്നു കാര്യമൊക്കെ തീർത്ത് പറയണം. എൻ്റെ നല്ല മൈക്കൊണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞുതരാം. സ്തോത്രം. യേശു അല്ലാതെ രക്ഷിതാവില്ലെന്നായി പറഞ്ഞത്. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തരലും രക്ഷയില്ല.
അല്ല എവിടെ പറയും ദൈവത്തിന് മഹത്വം. അപ്പോൾ വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. ഓടിച്ചങ്ങ് അവസാനിപ്പിക്കുക. നമസ്കാരത്തിന് യോഗ്യൻ യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് ജീവിച്ചു. തൈരും തേനും കൊണ്ട് ഉപജീവിച്ച് 12ാമത്തെ വയസ്സിൽ പരീശന്മാരുടെ നാവടക്കത്തക്ക നിനക്ക് ന്യായപ്രമാണം എടുത്ത് സംസാരിച്ചു. പിന്നെ അമ്മയപ്പന്മാർക്ക് വന്ന് കീഴ ആരാണ്ടല്ല ഊളന്മാര് പറഞ്ഞ് ഇന്ത്യ വന്നെന്ന്. അയ്യോ കിറുക്കായവനല്ല. ഇന്ത്യയിലും വന്നില്ല, പാകിസ്ഥാനിലും വന്നില്ല, ഗുജറാത്തിലും വന്നില്ല. അവിടെയൊക്കെ വേറെ ആൾക്കാർ വന്നത് എങ്ങും വന്നില്ല. പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. തെളിവ് പതിവ് പോലെ ദൈവാലയത്തിൽ വന്നു. അപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്നു, എങ്ങും വന്നില്ല, എങ്ങും ആരും പഠിച്ചിട്ടുമില്ല. നമ്മുടെ കർത്താവ് അതിന് ശേഷം 30ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങി. ഈ അച്ഛന്മാരും പള്ളിക്കാരും എല്ലാം കള്ളത്തരം കാണിച്ചു നടക്കില്ല. ഇങ്ങനെ കൊടയുന്നതും തളിക്കുന്നതും ഇങ്ങനെ മെഴുക്കി എടുക്കുന്നൊന്നും സ്നാനമല്ല, കളിപ്പിക്കുകയാണ്. തട്ടിപ്പ്. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തെളിവൊക്കെ ഒത്തിരി ഉണ്ട്, സംശയമുണ്ട്. എന്റെ ഇടയ്ക്ക് ഞാൻ നല്ല അടുക്കടുക്കായിട്ട് തെളിയിച്ചു തരാം. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. യേശു കർത്താവ് കാണിച്ചു തന്നു. അത് അങ്ങ് ദൂരേന്ന് ഗലീല നാട്ടിൽ നിന്ന് വന്നെന്നുള്ളതാണ്. സ്നാനം പ്രതിഗ്രഹിപ്പാൻ നാട്ടിൽ നിന്നും വന്നു നമുക്ക് മാതൃകയാ അല്ലേ തുടർന്നു പോവുക. നമുക്ക് മാതൃകയാ അല്ലേ തുടർന്നു പോവുക. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവീ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവീ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവീ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവീ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു സ്നാനപ്പെട്ടു. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞു. ഇന്ന് സമയം ഉണ്ടായിരുന്ന ഞങ്ങൾ ഇന്ന് പെരുക്കിയാൻ ഇവിടെ നിന്ന് നേരമില്ലാത്തതുകൊണ്ടാണ്. ഇനി ഞാൻ വിധങ്ങളെ എല്ലായിടത്തും ഒന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. ഓത്രം കാശ് തരണം, ഓത്രം കൂടെ വരണം, അതൊക്കെ അത് മതി, മതി. കാശും തന്നു പ്രസംഗിക്കാൻ സമയം തരികയല്ല. അതൊക്കെ ഞാൻ പ്രസംഗിച്ചു. ദൈവത്തിന് മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ആരാധിച്ചു. നമ്മുടെ കർത്താവ് നാടിനെ നന്മ സുവിശേഷിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു. എങ്ങാണ്ടൊരു രോഗിയെ സൗഖ്യമാക്കി സ്റ്റേജെ കയറ്റി ഇങ്ങോട്ട് നടന്ന് പറഞ്ഞല്ല. അല്ല, ക്രിസ്തു ഏതോ ഒരു രോഗി സൗഖ്യമാക്കി. ഞങ്ങൾ ഇപ്പോൾ ബ്രദറിന് ബ്രദറിന് ഇപ്പോൾ ആശ്വാസമുണ്ട്. ഓ റൈറ്റ് നൗ. ഓ ഇപ്പോൾ ബ്രദറിന് നടന്നു വന്നാട്ടെ. വട്ടാന്നിതിനല്ല. പച്ചമാനക്കാരനെ എഴുന്നേപ്പിച്ചു നടന്നാട്ടെ. ബ്രദർ നടന്നാട്ടെ. എത്ര കൊല്ലമായി? 38. ഓ സീനിയർ. ഓ ഊളത്തരവാണ്. നിങ്ങളിപ്പോ പറയാ ഓ ഇയാൾക്ക് സ്റ്റാൻഡേർഡ് ഒന്നും. പണ്ടൊരാള് പറഞ്ഞു ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞ പോലെ വാമ്പാടിയിൽ ഇത് മതി, ഇവിടെ ഇത് മതി. സ്തോത്രം. പള്ളിയുടെ വലിപ്പം അനുസരിച്ച് ആ മണിയുടെ തൂക്കം ഇതൊക്കെ ഇവിടെ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മുടെ കർത്താവ് പച്ചപാന നടക്കാൻ പറഞ്ഞ് കിടക്കുകയാണ്. നല്ല പല കമ്പിപടി പോലെ നടക്കുകയല്ല, അടിച്ച് മിന്നി ഊനിയായവളോട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ വരട്ടെ. അന്നേരം അവളെ നിവർന്നുള്ളത്. എന്നാ പറയും ഓ നിറന്നാട്ടെ, നിവർന്നാട്ടെ. അവനെ പിടിക്കാൻ രണ്ടുപേരും നിവർത്താൻ. അവന്റെ നാമത്തിൽ രോഗശാന്തി പാപശാന്തി ഉണ്ടല്ലോ. ഒരൊറ്റ വാക്ക് പറഞ്ഞാ മതി. ആരും മസിലൊന്നും പിടിക്കണ്ട. അവന്റെ നാമം പരിശുദ്ധ നാമമാ. അവന്റെ നാമം അത്ഭുതത്തിന്റെ നാമം. അവന്റെ നാമം ഇതിപ്പോ സ്റ്റേജ് കയറി വെച്ചു. സിസ്റ്റർക്ക് എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തുപോയി കാണിക്കും? സ്തോത്രം. കർത്താവ് സിസ്റ്ററോട് സിസ്റ്റർക്ക് എത്ര നാളായി ഇങ്ങനെ? ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അന്നേരം സഹിച്ചു. പിന്നെ ഇവന്മാർ ഈ സ്റ്റേജ് കെട്ടുന്ന കാശ് കിട്ടണം. കാസറ്റ് ഇറക്കുന്നുണ്ടേ. അത് രണ്ട് പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കാശ് ഇങ്ങനെ വന്നങ്ങ് ചാടുകല്ല. നമുക്ക് ആര് കാശ് തരാൻ? സ്തോത്രം. കാശൊന്നും വേണ്ടെന്ന്, നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന്. രോഗശാന്തി എല്ലാം നടത്തിയ ഈ കാണിക്കുന്ന കോലാകലം എല്ലാം കാണിച്ച എല്ലാം കൂടെ നരകത്തിൽ പോകുന്നതിൽ നല്ലത് ഒന്നും കാണിച്ചില്ലെങ്കിലും അങ്ങ് ചെല്ലുന്നതാണ് നല്ലത്. നമുക്ക് അങ്ങ് സ്വർഗത്തിൽ പോകണം. ഒന്നും കാണിക്കാനും കർത്താവ് അങ്ങനെ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനൊന്നും അല്ല. പിന്നെയോ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി. സ്തോത്രം സ്തോത്രം. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം
എഴുതി ആരും എടുക്കാതായി ഭാഗ്യം എൻ സന്തോഷം യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാതായി ഭാഗ്യം എൻ സന്തോഷം. നമുക്ക് സന്തോഷിക്കാം. അതാ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി. എന്റെ കാലം തുറയ്ക്കുമ്പോ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. പിന്നെ ജീവനോടെ രക്ഷിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ രൂപം അങ്ങ് ഈ ഷേപ്പ് നല്ലതല്ല. കാഹളം തുറയ്ക്കുമ്പോ ഇത് മാറും. രണ്ടു കൂട്ടരും കൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ മേളോട്ടങ്ങ് പോകുന്ന. മേളോട്ട് പോകുന്ന പറഞ്ഞാൽ എവിടെ പോകും? റാന്നി ഞങ്ങളുടെ അമ്മ പറഞ്ഞു പോകാവുന്നിടത്തോളം പോകുമെന്ന് പറഞ്ഞു. കള്ള നോക്കിയപ്പോ ഇങ്ങനെ അങ്ങ് കിടക്കുക. അമ്മ അതാ പറഞ്ഞു പോകാവുന്നിടത്തോളം. ഞാൻ പറഞ്ഞ അമ്മയെ പോകാവുന്നിടത്തോളം അല്ല, സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ പിന്നെ അങ്ങ് ചെല്ലുകയോ ചിറകെട്ടിച്ച് പറന്ന് കയറുക നിമിഷ നേരം കൊണ്ടാ. പിന്നെയും പാട്ട് വരുന്നു. പിന്നെ പാട്ട് വന്നോണ്ടിരിക്കുക. വാനഗോളങ്ങളെ താണ്ടി ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നീർമാർഗമോഹിക്കാവതോ കാണും ഗഗനതലമതു മനുജഗണന അതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമാകി വാഴ്ത്താനാവതോ സൗഖ്യം ദേശമെങ്കിലും ഉരപാനാവിതോ അമനവ പ്രകടൂത്തു നീയണയും സമയത്ത് ശ്രീമഹാരാജിയെ നിന്നെ കാണുവാൻ സ്വർഗ കാമിനി ഗണമമിത കുതുകമൊടാതര അരികെ വരും അവ കൈകളെ കാതൽ പിടിക്കുമോ രാവാൻ നിത്യ സ്നേഹഭാവനത്തിനുള്ളിൽ ഈ നക്ഷത്രമണ്ഡലങ്ങളെ താണ്ടി നൊടികിട കൊണ്ടങ്ങ് സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ചെല്ലും ഒരു സന്തോഷമില്ല. സ്വർഗത്തിൽ ചെല്ലുമെന്ന് ആട്ടെ ഉള്ള ആട്ടം നടത്തിരിക്കുക. സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ചെന്ന ഉടനെ പ്രോഗ്രാം. നാളെ ഒരു സഹോദരൻ ചെന്ന ഉടനെ ആത്മാവിലാകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ ഇത്ര മുട്ടി നിൽക്കുക? ചെന്ന ഉടനെ ആത്മാവ്. വള്ളം കൊള്ളം കാര്യം കൊച്ചുമോള് പറഞ്ഞു ചെന്ന ഉടനെ കല്യാണമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്നെ ഒന്ന് കെട്ടിച്ചാന്നല്ലോ, എന്നാലും ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഉടനെ നടക്കുകയല്ല. ചെന്ന ഉടനെ കല്യാണവും ആരാധനയല്ല, ചെന്ന ഉടനെ ന്യായവിധി. ശുദ്ധന്മാരങ്ങോട്ട് എടുക്കപ്പെട്ട് സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധി. അപ്പൊ ഞങ്ങൾക്കൊരു ബാബുക്കുട്ടി ഉണ്ട്. ബാബുക്കുട്ടി ചോദിച്ചു പിന്നെയും പ്രശ്നമാണോ? ഞാൻ പറഞ്ഞു ബാബുക്കുട്ടി പ്രശ്നമല്ല, പിന്നെ ന്യായവിധി. ന്യായവിധി എന്ന് പറഞ്ഞാൽ ന്യായമായ വിധി, അത്രേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു അതെങ്ങനെ ന്യായമായ വിധി എന്ന് പറഞ്ഞാൽ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെയ്തതല്ല അവിടെ വെളിപ്പെടുത്തി വെച്ച് ന്യായം വിധിച്ച് വെച്ച് പ്രതിഫലം തരും. അപ്പം ബാബുക്കുട്ടി ചോദിച്ചു എല്ലാം വെളിപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം വെളിപ്പെടും, മുഴുവൻ മൊത്തം ഇല്ല മുഴുവൻ ഇല്ല. ഞാൻ പറഞ്ഞു മുഴുവൻ കേസും വെളിപ്പെടുത്തും. ഉടനെ ബാബുക്കുട്ടി ചോദിക്കാം റോസമ്മ കാണുമോ എന്ന് ചോദിച്ചു. ഇല്ല അവന്റെ പെമ്പളയാണ്. റോസമ്മ കാണുമോ? റോസമ്മയെ കാണിക്കുമോ? ഞാൻ റോസമ്മയെ കാണിക്കത്തില്ല. സ്തോത്രം. അവനൊരു വെപ്രാളമായി പോയി. അവളെങ്ങാനും ഇത് കണ്ട ഞാൻ പറഞ്ഞ് കാണിക്കത്തില്ല. പുള്ളി സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ് പറഞ്ഞു. നമ്മൾ ആ മൊബൈലെല്ലാം ഞോണ്ടി മാന്തി വെച്ച് തേണ്ടെന്ന് കാണിക്കുന്നത്. ദൈവം അങ്ങനൊന്നും കാണിക്കുകയില്ല. 2 കുത്തും ഒരു മാന്ത ജോർജ് അങ്ങനൊന്നും കാണിക്കുകയില്ല. നേർക്ക് നേരെയാണ്. ന്യായം വിധിച്ച് എല്ലാം നിരത്തി വെച്ച് പ്രതിഫലം തരും. ആ പ്രതിഫലം എല്ലാം കഴിഞ്ഞ കുഞ്ഞാട്ടിന്റെ കല്യാണമുണ്ട്. ന്യായപതിയിൽ പാട്ടെല്ലാം വരുന്നുണ്ട്. ഞാനങ്ങ് അമുക്കുക. കുഞ്ഞാടന്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് മണിയറവാസം കഴിഞ്ഞ് ആ സഭയും കർത്താവുമായി സ്വർഗത്തിൽ നിന്നൊരു വരവുണ്ട്. ആ വരവാ യൂദാ കണ്ടത്. 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുന്നു.
അത് മഹത്വ പ്രത്യക്ഷത. ഈ വരവിനെ പറ്റിയാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ആയിരുമോളെ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സമസ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വെളിപ്പാട് 19-ന്റെ 10 വരെ സമസ്വർഗത്തിൽ 7 വർഷം ഭൂമിയിൽ മഹാപീഡ. ആ പീഡ കഴിയുമ്പോൾ 19-ന്റെ 11-ൽ സമസ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് വായിക്കാം. വെളിപ്പാട് 19:11. അനന്തരം സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനുമെന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നവന് ദൈവവചനമെന്ന പേർ. അവന്റെ കണ്ണാക്കിയാലേക്ക് ഒത്തത് തലയിൽ അനേകം രാജകുട്ടികൾ ഇനി നാമമുണ്ടത് അവനല്ലാതെ വേറാക്കെ പറഞ്ഞു കൂടത്തിൽ. അടുത്ത വാക്യം, അവൻ രക്തം തളിച്ച ഉടുപ്പ് അത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നത് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നത്. പിന്നെ അവന് ദൈവവചനമെന്ന പേർ. അപ്പോൾ ഇത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന അവൻ മഹാദൈവം. വെള്ളക്കുതിരപ്പുറത്ത് യേശു ക്രിസ്തു ഇരിക്കുന്നു. അടുത്ത വാക്യം, സ്വർഗത്തിലെ സൈന്യം എന്നുള്ള പദമ അത് സഭ തന്നെയാ. സൈന്യം എന്ന് പറയാൻ കാര്യം ഭരിക്കാൻ വരിക, യുദ്ധം നടത്തി ഭരിക്കാൻ വരുന്നത് കൊണ്ടാ സൈന്യം എന്ന പദം വന്നേക്കുന്നത്. സ്വർഗത്തിലെ സൈന്യം അല്ല സഭ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്. വെള്ള വസ്ത്രം. ഇതൊന്നും വെള്ളയല്ല, നല്ല വെള്ള അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ. പിന്നെ ഇപ്പൊ ഇതെല്ലാം ട്രയൽ നടക്കുക. ഞങ്ങൾക്ക് വള്ളംകളി ഉണ്ട് കുട്ടനാട്ടിൽ. അപ്പോൾ 1 മാസം ട്രയലുണ്ട്. അതിന്റെ ഫിനിഷിംഗ് ഒക്കെ നടക്കുന്നത് പുന്നമടയില, അതെല്ലാം അടിച്ച് മീനും. അപ്പോൾ 1 മാസത്തോളം ട്രയലുണ്ട്. ഇതൊക്കെ ട്രയലാണ്. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെള്ളം തരുമ്പോൾ ചങ്കുവേദന ഉണ്ടാകും നിനക്ക്. അപ്പൊ അതിന് നേരത്തെ തന്നെല്ലാം ഞങ്ങളെ വിട്ടിരിക്കുക. വിശുദ്ധന്മാർക്ക് യോഗ്യത വെള്ള വസ്ത്രം. ഇപ്പൊ ചിലരൊക്കെ കടും ചുമപ്പ്, കടും കറപ്പ്, കടും നീലയൊക്കെ ഇട്ട് ശുശ്രൂഷിക്കാൻ വരുന്നവന്നെ അങ്ങോട്ട് കടും ചുമപ്പൊക്കെ ഇട്ട് ഇനി കയറി വരിക. ചുമപ്പിന്റെ തള്ളയുടെയാന്ന് ഞാൻ എന്നാളും പറഞ്ഞായിരുന്നല്ലോ. വിശുദ്ധന്മാർക്ക് വെള്ള വസ്ത്രമാ യോഗ്യം. സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ വെള്ള വസ്ത്രമാ ഭൂഷണം. അതാണ് ഏറ്റവും യോഗ്യം. വെള്ളയ്ക്ക് ഒത്തിരി വാക്യം തരാം, ഇഷ്ടംപോലെ വാക്യമായി. ലൂക്കോസ് 24:4, യോഹന്നാൻ 20:11, 12, 13, അപ്പോസ്തലർ 1:10, 11, 12, വെളിപ്പാട് 4:4, വെളിപ്പാട് 6:7, 8, 9, 11, വെളിപ്പാട് 19, 11. ഇനിയും വേണോ? ഒന്നും വായിച്ചില്ലല്ലോ, ഇനി എന്തിനാ വേണമെന്ന് ചോദിക്കും. ഇഷ്ടംപോലെ വാക്യം. വെള്ള വസ്ത്രം അത് മഹത്വ പ്രത്യക്ഷത. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹാനോക്ക് 2 വെളിപ്പാട് കണ്ടു. 1 വെള്ളപ്പൊക്കം, 2 മഹത്വ പ്രത്യക്ഷത. ഈ 2 വെളിപ്പാട് കണ്ടപ്പോൾ ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു. വെള്ളപ്പൊക്കത്തിൽ ഞാൻ മുങ്ങിച്ചാകരുത്. 2 അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞാനും കാണണം. അതിനെന്തോ ചെയ്യണം? ദൈവത്തോടു കൂടെ നടക്കണം. ഈ വെളിപ്പാട് കണ്ട് പ്രവചിച്ചപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി ദൈവത്തിന്റെ കൂടെ നടക്കും. 300 കൊല്ലം നടന്നു. 300 കൊല്ലം നിരന്തരം നടന്നു. പിന്നെ ഹാനോക്ക് ഈ ദൈവത്തോട് കൂടെ നടക്കാൻ ഒരു കഥനകഥ, ആദാമിന്റെ കഥനകഥ. അതിനാന്ന് വെച്ചാൽ ആദാം കൊച്ചുമക്കളോട് കഥ പറഞ്ഞു കൊടുത്തു. മക്കളെ, ദൈവത്തിന്റെ കൂടെ നടക്കണം. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, അപ്പച്ചൻ നടന്നിട്ടുണ്ടോ എന്ന്. എന്നാൽ ആദാം കഥനകഥ പറഞ്ഞു. എൻ്റെ പൊന്നു മക്കളെ, അപ്പച്ചൻ പണ്ട് നടന്നതാ. എന്ന് തോട്ടത്തിൽ വെച്ച്. എങ്ങനെ? അമ്മച്ചി ഉണ്ടായിരുന്നു. എങ്ങനെ നടന്നു? അയ്യോ, ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തേജസ്സു അണിയിച്ചു തന്നത്. എന്നിട്ട് അന്ന് തുണിയൊന്നും വേണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അല്ലോ, തുണിയൊന്നും വേണ്ടായേ എന്ന് പറഞ്ഞു. നടൽ ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ ആരൊക്കെ കർത്താവിന്റെ കൂടെ നടക്ക്, അവരെ ചേർക്കാൻ യേശു വീണ്ടും വരാൻ പോകുകയാ. 1000 വിശുദ്ധന്മാരോട് അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നീയും കാണണമെങ്കിൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച്, അപ്പം നുറുക്കി സംബന്ധിച്ച്, കൂട്ടായ്മ ആചരിച്ച്, പ്രാർത്ഥന കഴിച്ച്, ഉപദേശത്തിൽ നിന്ന് വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. ഈ വിധ വിഷയങ്ങൾ അനുഭവിക്കാത്ത ആരും എടുക്കപ്പെടത്തില്ല. ഇന്ന് രാത്രി എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ, പ്രസംഗിക്കുന്ന ഞാനും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്, എടുത്തുകൊള്ളപ്പെടണം. ശവക്കല്ലറയിൽ നിന്നും എളിയ മരിച്ചോരുയർത്തു വരുവാനും എളിയ ജനം ചെവിക്കൊള്ളുവതുമായ വലിയ ശബ്ദമുള്ളോരെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. വലിയ ദൈവദൂതന്റെ ശബ്ദമോ ദൈവഗാനവും തന്റെ വിളിയോടിടകലർന്നു മുഴങ്ങവേ. വനലോകത്തിൽ നിന്ന് ജോലിക്കും അഗ്നിമേഘത്തിൽ വെളിപ്പെടും കലങ്ങുത്തൻ മക്കളാണെന്ന് സ്തുതിപ്പിൻ. ദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. മന്നവമന്നനാകുന്ന മശികായേ അകസേനയിൽ കർത്തനെ മണ്ണും പെണ്ണും പടച്ചവനെ മനു നന്ദനെ പരനന്ദനെ മേരി നന്ദനെ രാജ നന്ദനെ നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതി
സ്തുതിപ്പിനെ ശുഭേ യേശുനാമത്തിനു ജയം ഹല്ലേലൂയ കളയുമേ യേശുരാജാവിനോസ് നല്ലവനാം യേശുരാജന്മാരും സർവ വല്ലഭ യേശുവേ വേഗം വരേണം സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ ആകരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ കാഞ്ചനത്തിൽ കരച്ചിൽ കരളറിഞ്ഞു കേൾക്കാതുള്ളൂ അവരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ കാഞ്ചനത്തിൽ കരച്ചിൽ കരളറിഞ്ഞു കേൾക്കുന്നതുള്ളൂ ലോകപാപ ചുമടിലെ ശിരസ്സു കൊണ്ടു ചുമന്നൊഴിവാൻ പുരുഷടുത്തുകൾ കോലാവിൽ പോയോനെ സ്തുതിപ്പിൻ ഓ ജീസസ് ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ ഏഴ് പൊന്നില വിളക്കുകൾ നടുവിൽ വിലയങ്കി ധരിച്ച് ഏഴു നക്ഷത്ര പലങ്കയിലും അതിൽ പൊൻകാച്ച പൂട്ടു വയലിലും മുനവളുമതി പല പോലെ കണ്ണുമുള്ള മാനവമാൻ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതിവനേ ഹല്ലേലൂയ പാടി ഓ ശബനമല ആമാ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതിവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനേ ആമാ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതിവനേ ഹല്ലേലൂയ പാടി യേശുദേവനേ ആമാ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതിവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ ആ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതിവനേ ഹല്ലേലൂയ ഓ ശബനമല ഊരാദല ശാന്തല അരമന മാരത്ത് വണ്ടച്ചകറ്റവനായി ചുട്ടുവടി കൊച്ച വല്ലാത്തൻ ചതുർശവന പാരമുള്ളവനായി ആര് നക്ഷത്ര മലകൾ പിടിച്ചവനായി ഓ ത്രിമണമടബലവശ ദൂരബലബലബലവശ ഈരാജാല ദൂരാപാര ശാന്തലബലബല ആ റീവനമറ്റ സൈതല വൈഡല അടബല വിരിവി കമനമധുരബല വൈഡലബാല ആ ലോറി 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 ബലബാല റീവനമറ്റ സൈതല വൈഡ അടഗ രഗദ 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 ഉടബല വിരിവിരി വിഗമന ബടബല കമ്പന ബാലബലച്ച സൈതൽ കൈഡ ആ റീവനമറ്റ സൈതല